വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. जल्दी से जल्दी आने वाला हमारा प्रभु यीशु मसीह के नाम से सबको मेरा प्रेम का वंदना। കർത്താവിന്റെ കൃപയാൽ ഇന്ന് മുതൽ ഇങ്ങനെ മലയാളത്തിൽ നിന്നും ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദേശങ്ങൾ നൽകുവാനുള്ള അവസരം കർത്താവ് ഒരുക്കിയതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. मैं प्रभु को धन्यवाद देना चाहता हूँ। प्रभु के दया से आज से हमारा संदेश मलयालम से हिंदी में परिभाषा करके इस रीति में बोला जाएगा। വളരെ മലയാളികൾക്ക് വലിയൊരു ആഗ്രഹമുള്ള കാര്യമായിരുന്നു ഇവിടെ നിന്നും മലയാളത്തിലുള്ള സന്ദേശം കേൾക്കണമെന്നുള്ളത്. അതും കർത്താവ് സാധിപ്പിച്ച് തോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. मैं प्रभु को धन्यवाद देना चाहता हूँ क्योंकि केरला में बहुत सारे हमारे मलयाली भाइयों को मलयालम में संदेश सुनने का बहुत गहरा आग्रह था, लेकिन प्रभु ने हमें इस तरह का अवसर बना कर दिया। എല്ലാം ദൈവത്തിന്റെ കൃപയൊന്നുകൊണ്ട് മാത്രം. ये सब प्रभु का दया है, അതുകൊണ്ട് എല്ലാത്തിലും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. इसलिए सब बातों में मैं प्रभु को मैं महिमा करता हूँ। നമ്മൾ ഇന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് ഡയറക്റ്റ് പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. तो आज भी हम जो विषय जो हम सोच रहे थे, मनन कर रहे थे, उसी में मैं प्रवेश करना चाहता हूँ। ഞാൻ ചില കാര്യങ്ങളെ പ്രത്യേകിച്ച് ഓർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. कुछ बातों को मैं याद दिलाकर मैं आगे बढ़ना चाहता हूँ। കാരണം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം ത്രികാല രക്ഷ എന്നുള്ളതാണ്. രക്ഷയുടെ 3 ഘടകങ്ങൾ അല്ലെങ്കിൽ 3 അവസ്ഥകൾ എന്നുള്ളതാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. तो हम जो उद्धार के विषय में हम जो सोच रहे थे, उसका 3 भागों को 3 प्रकार के अवस्थाओं को विषय में हम सोच रहे थे। നമുക്കറിയാം 1 തെസ്സലോനിക്കർ 5:23 അനുസരിച്ച് നമുക്ക് ആത്മാവുണ്ട്, പ്രാണനുണ്ട്, ശരീരമുണ്ട്. 1 തെസ്സലോനിക്കർ 5:23 എന്ന വചനപ്രകാരം हम पहला തെസ്സലോനിക്കർ 5:23 वाक्य के अनुसार सभी मनुष्यों को एक आत्मा है, एक प्राण है और एक शरीर है। അപ്പോൾ നമുക്ക് ഇതിന്റെ 3ന്റെയും രക്ഷ 3 ഘട്ടങ്ങളിലായിട്ടാണ്. और इन तीनों भागों का जो उद्धार है अलग अलग भागों में है। അപ്പോൾ നാം കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ നമുക്ക് ലഭിച്ചത് ആത്മരക്ഷ മാത്രമാണ്. इसलिए जब हमने प्रभु यीशु मसीह को अपना उद्धारकर्ता प्रभु बोलकर उद्धारकर्ता के अनुभव में जब हमने उन पर विश्वास किया, जब हमारा उद्धार हुआ, तभी सिर्फ हमारा आत्मा का ही उद्धार हुआ है। എന്നാൽ അനേക വിശുദ്ധന്മാർക്കും ഈ വിഷയത്തെക്കുറിച്ച് ശരിയായിരിക്കുന്ന ഒരു പ്രകാശനമില്ല. और आज इस विषय में जो उद्धार का विषय में बहुत सारे पवित्र लोगों को इसका सही अर्थ या प्रकटीकरण नहीं। അവര് വിചാരിക്കുന്നത് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് ഒന്നുമില്ല, ഞാൻ എന്റെ എല്ലാം പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ള ഒരു ചിന്താഗതിയിൽ, അബദ്ധ ചിന്താഗതിയിൽ വഞ്ചിക്കപ്പെടുന്നുണ്ട്. क्योंकि उनको लगता है कि अभी मेरा उद्धार हो गया है, अभी कुछ भी बाकी नहीं है, सब हो गया है बोलकर एक अभक्त जीवन का अनुभव में उलझी रहे। ഞാൻ നിങ്ങളെ പ്രത്യേകിച്ചും നാസിക്കിലുള്ള ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഇന്ന് അനേകർക്ക് ഈ സത്യങ്ങൾ മറ്റനേകരിലേക്ക് പകരപ്പെടുവാനും അവർക്കും ഈ പ്രകാശനം ലഭിക്കാനുള്ള അവസരം കർത്താവ് തന്നതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. लेकिन मैं प्रभु को धन्यवाद देना चाहता हूँ कि नासिक का जो मंडली है, प्रभु का दया से उन लोग सब लोगों ने जब ये सत्य मालूम पड़ा तो ये सत्य को बांटने में वो लोग बहुत दिलचस्पी दिखाकर वो लोग आगे अपना कार्य किए। അപ്പോൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആത്മരക്ഷ കൊണ്ട് മാത്രം നിൽക്കേണ്ട ഒരു കാര്യമല്ല ഈ രക്ഷ എന്നുള്ളത്. तो मैं आपको याद दिलाना चाहता हूँ कि आत्मा का उद्धार हो जाने के बाद उधर ही रुकने वाला ये उद्धार की बात नहीं है। കാരണം നമുക്ക് ആത്മരക്ഷയ്ക്ക് ശേഷം നമ്മുടെ പ്രാണന്റെ രക്ഷ എന്നുള്ളത് നാം വീണ്ടും ജനിച്ച സമയം മുതൽ ഈ ലോകത്തിന്റെ അവസാന ശ്വാസം വലിക്കുന്നത് വരെയുള്ള സമയത്ത് നടക്കേണ്ട ഒരു പ്രക്രിയയാണ് നമ്മുടെ പ്രാണന്റെ രക്ഷ എന്നുള്ളത്. तो आत्मा का उद्धार हो जाने के बाद उसके बाद है हमारा प्राण का उद्धार। और ये प्राण का उद्धार जिस समय से हमने आत्मा में नया जन्म पाया, उस समय से लेकर हम लोग आखिरी सांस लेते हैं, उस समय तक जो प्रक्रिया हमारे जीवन में हो रहा है, उस उद्धार को प्राण का उद्धार कहते हैं। അപ്പോൾ അത് നമ്മുടെ ഭാഗത്ത് നിന്ന് ദൈവ ആത്മാ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ ദൗത്യം നമുക്കുണ്ട് അതിനകത്ത്. और वो परमेश्वर के आत्मा के मदद से हमें भी ये इस बात में कार्य करने के लिए एक बहुत बड़ा जिम्मेदारी परमेश्वर ने हमको दिया है। അതിനെക്കുറിച്ചുള്ള ഒരു നല്ല അറിവ് അനേക വിശുദ്ധന്മാരിലും ഇല്ലാത്തത് കൊണ്ടാണ് അവർ ദൈവത്തിന് വേണ്ടി വേണ്ടും വണ്ണം പ്രയോജനപ്പെടാത്തത്. तो आज इस उद्धार के विषय में बहुत सारे लोगों को इस बात का सही जानकारी ना होने की वजह से वो लोग अभी भी धोखे में जी रहे, सही रीति में भक्ति का जीवन नहीं जी पा रहे। പിന്നെ അവസാനം നടക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന്റെ രക്ഷ. അതാണ് കർത്താവിന്റെ വരവിൽ സംഭവിക്കേണ്ടത്. അത് ഒരു ക്ഷണം കൊണ്ട് സംഭവിക്കുന്ന കാര്യമായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നു. और आखिरी में हम देखते हैं हमारा शरीर का उद्धार जो है कि प्रभु का यीशु मसीह के आगमन में वो पल भर में होने वाला हमारा शरीर का महिमादायक होने का उद्धार। അപ്പോൾ ആത്മാവിന്റെ രക്ഷയും ശരീരത്തിന്റെ രക്ഷയും അത് വളരെ നിസാര സമയം കൊണ്ട് പെട്ടെന്ന് സംഭവിക്കുന്നതും അത് പൂർണ്ണമായും ദൈവത്തിൽ നിന്ന് സംഭവിക്കുന്ന കാര്യമാണ്.
तो आत्मा का उद्धार और शरीर का उद्धार, ये एक ऐसा उद्धार, ये दोनों उद्धार पल भर में, क्षण भर में होने वाली बात है, जो प्रभु ही इसे करता है। എന്നാല് പ്രാണന്റെ രക്ഷയെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ഭാഗം ദൈവം നമുക്ക് വേണ്ടിയും നൽകിയിട്ടുണ്ട്. लेकिन प्राण का उद्धार आते समय में उसमें से एक भाग, कुछ भाग ऐसा भी है जिसमें हमें भी उसमें करना है. അത് മുൻപോട്ടുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അത് വളരെ വിശദമായി ലഭിക്കുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കും, എടാ ഞങ്ങൾ ഇത് അറിഞ്ഞില്ലല്ലോ, നമ്മൾ എത്ര നാൾ വഞ്ചിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പലർക്കും ചിലർക്കറിയാം, ചിലർക്ക് അറിയത്തില്ല. അവരെ സംബന്ധിച്ച് ഇത് ഞാൻ പ്രത്യേകം പറയുകയാണ്. तो आने वाले क्लासों में, आने वाले दिनों में जब हम क्लास जैसे आगे बढ़ाएंगे, प्राण के उद्धार का विशेषता को और अधिक गंभीरता में हम लोग आगे बढ़ाएंगे, तो उस समय में आप लोग सुनकर आप अपने आप में ये सवाल पूछेंगे, अरे ऐसा भी था क्या, ये बात नहीं मालूम था. कुछ लोगों को ये बात शायद मालूम है, लेकिन बहुत से लोगों को ये बात नहीं मालूम है, इसलिए उन लोगों के लिए ये स्पष्ट रूप में ये बताऊंगा. അപ്പോൾ നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് പാപക്ഷമ ലഭിച്ചപ്പോൾ നമുക്ക് ലഭിച്ചത് ആത്മരക്ഷയാണ്. എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും നാം രക്ഷിക്കപ്പെട്ടു. तो जब हमारा आत्मा का उद्धार हुआ करके बोलते समय में क्या, हमें जब उद्धार पाया, हमारे पापों से क्षमा पाया, मतलब हमें क्षमा से, पापों से हमें क्षमा मिलकर, छुटकारा मिलकर हमें अनंत काल का जीवन मिल गया. അപ്പോൾ നമുക്ക് നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. ഭൂതകാലമാണ് അത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. तो हमारा आत्मा का विषय में देखा जाए तो पाप के दंड की, अपराध से हम बच चुके हैं, हम छुड़ौती पा चुके हैं, वो भूतकाल की बात है. എന്നാൽ ദേഹി രക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാപത്തിന്റെ ശക്തിയിൽ നിന്നും ഓരോ ദിവസവും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. लेकिन प्राण का उद्धार के विषय में आते समय में हम पाप का सामर्थ्य से एक एक दिन हम छुटकारा पा रहे, बचते जा रहे हैं. ये हो रहा है. ഇത് നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഇതിനകത്ത് വലിയൊരു ദൗത്യമുണ്ട്, വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ये एक एक दिन होने वाला बात है जिसमें हमारे बहुत बड़ा जिम्मेदारी इसमें भाग है. മൂന്നാമത്തത് നമ്മുടെ ഈ ശരീരത്തിന്റെ രക്ഷയാണ്. അത് പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുമുള്ള രക്ഷയാണ്. और तीसरा है जो है हमारे शरीर का जो उद्धार है, वो है पाप का उपस्थिति से ही हमें छुटकारा मिलना. അപ്പോൾ ഞാൻ മറ്റൊരു രീതിയിൽ ഇതിനെ സംക്ഷിപ്തമായി പറഞ്ഞാൽ, अगर इसको और थोड़ा वर्णन करके कहूँ तो നമ്മൾ നീതീകരണം പ്രാപിച്ചു, हम है कि एक धार्मिकता हम पा चुके हैं, നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, और पवित्रताएं हम पाते जा रहे हैं, നാം തേജസ്കരണം പ്രാപിക്കും. और आगे चलकर हम महिमादायक होंगे. അപ്പോൾ നമ്മൾ ഭൂതകാലത്തിൽ രക്ഷിക്കപ്പെട്ടു, ആത്മാവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു ഭൂതകാലത്തിൽ. तो भूतकाल में हमारा उद्धार हुआ है, वो हमारा आत्मा का उद्धार के विषय में है. എന്നാൽ വർത്തമാനകാലത്തിൽ നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. और वर्तमान में अभी हम उद्धार पाते जा रहे हैं. ഇനി ഭാവികാലത്തിൽ നമ്മൾ രക്ഷിക്കപ്പെടും, അതോടുകൂടി രക്ഷയുടെ കാര്യം പൂർണ്ണമാകും. और भविष्य में हमारा उद्धार का पूर्तिकरण हो जाएगा, पूरा हो जाएगा, जिससे पूरा संपूर्ण उद्धार हो जाएगा. അപ്പോൾ നാം ആത്മാവിന്റെ രക്ഷയെ കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അത് വളരെ വിശദമായി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. तो गए दिनों में हम आत्मा का उद्धार के विषय में हम बात कर रहे थे. उन दिनों में आपको उस विषय में अच्छी तरह से समझा होगा करके मैं विश्वास करता हूँ. കാരണം രക്ഷിക്കപ്പെട്ട പലർക്കും രക്ഷാ നിർണയമില്ല. क्योंकि बहुत से लोगों को उद्धार पाया है करके बोलते हैं, लेकिन उद्धार का भरोसा, मैं पक्का उद्धार हो चुका हूँ, वो बात का निर्णय उनमें नहीं है. കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകളിലൂടെ വീണ്ടും ജന്മം എന്നാൽ എന്താണ് എന്തല്ല എന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. गए दिनों के क्लास में नया जन्म क्या है और क्या नहीं है, ये बात का वर्णन उस क्लास में आपको समझ गया होगा, मैं विश्वास करता हूँ. രക്ഷാനിർണയത്തിന്റെ രണ്ട് മാർഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. उद्धार का बोध्य है हुआ है कि नहीं करके उसमें दो बातें हैं करके वो हमने देखा. രക്ഷാനിർണയം പ്രാപിക്കാത്തതിനുള്ള ചില കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. और उद्धार का बोध्य नहीं मिलने का क्या क्या कारण है वो भी हमने देखा. രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. और उद्धार पाए हुए व्यक्ति का स्वभाव और उसका गुण का अवस्था क्या है वो भी हमने देखा. ഇന്ന് ഞാൻ അതിനെ സംബന്ധിച്ച് ഒരു ക്ലാസ് എടുത്തിട്ട് വീണ്ടും ദേഹീയ രക്ഷയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുക. तो आज मैं एक और बार फिर से आज का ये क्लास भी आत्मा का उद्धार के विषय में थोड़ा बातें बोलकर, अगर अगला क्लास हमको समय मिला तो हम लोग प्राण के उद्धार में प्रवेश करेंगे. വീണ്ടും ജന്മത്തിന്റെ തെളിവാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമ്മൾ ഒരു വ്യക്തി വീണ്ടും ജനിച്ചു എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകൾ. नया जन्म हुआ तो उसका सबूत क्या है, उसका बात का पक्का क्या है, उस बात का सबूत को आज हम देख रहे हैं. അപ്പോൾ അതും ഞാനൊരു 7 പോയിന്റുകളായി നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുക. उसका विषय में भी मैं 7 पॉइंट्स में मैं बताना चाहता हूँ. അതിൽ ഒന്നാമത്തെ കാര്യം, उसमें से पहली बात है, വീണ്ടും ജനിച്ച ഒരു വ്യക്തി വീണ്ടും വെളിച്ചത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. नया जन्म पाया हुआ व्यक्ति वो हमेशा ज्योति में चलता है. നമ്മൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8 മുതൽ 11 വരെ വായിക്കുമ്പോൾ, എഫേസ്യർ 5-ന്റെ 8 മുതൽ 11 വരെ, एफेसियों का पुस्तक उसका 5वां अध्याय 8 से 11 जब हम पढ़ते हैं, एफेसियों 5 8 से 11, हिंदी में पढ़ेंगे. क्योंकि तुम तो पहले अंधकार थे,
परंतु अब प्रभु में ज्योति हो, अतः ज्योति की संतान के समान चलो, क्योंकि ज्योति का फल सब प्रकार की भलाई और धार्मिकता और सत्य है। 11 और यह परखो कि प्रभु को क्या भाता है। अंधकार के निष्फल कामों में सहभागी न हो, वरन उन पर उल्हाना दो। അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, इधर हमने अभी क्या पढ़ा कि एक समय में पहले हम अंधकार थे, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. लेकिन अब तो प्रभु में ज्योति है। ഇത് എത്ര വലിയ മാറ്റമുള്ള കാര്യമാണ്. ये कितना बड़ा बदलावट की बात है। ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടി. एक जो कोई भी मसीह में है वो एक नया सृष्टि है। നമ്മൾ 1 പത്രോസ് 2:9 വായിക്കുന്നത് നിങ്ങളെ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചെന്ന. നമ്മളെ അന്ധകാരത്തിലായിരുന്നു, നാം അത്ഭുത പ്രകാശത്തിലേക്ക് ആക്കി വെച്ചു. आमेन। हम पहला पत्रोस 2:9 का आखिरी भाग में हम क्या पढ़ते हैं कि परमेश्वर ने हमें अंधकार से अद्भुत ज्योति में लेकर आया। मतलब हम जो अंधकार के राज्य में थे वहां से उठाकर हमें ज्योति का राज्य में प्रभु रखा। മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കൊളോസ്യർ 1:13 വായിക്കുന്നത് നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചെന്ന. कोलोसियो 1:13 में जब हम पढ़ते समय में वहां पर अंधकार के राज्य के अधिकार से हमें बचाते हुए ज्योति के राज्य में लेकर आए। അപ്പോൾ വളരെ ശ്രദ്ധിക്കുക, इसलिए ध्यान पूर्वक सुनना। ഒരു യഥാർത്ഥമായും ഒരു വ്യക്തി വീണ്ടും ജനിച്ചവനാണെങ്കിൽ വീണ്ടും അവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല. तो इसमें एक व्यक्ति अगर सचमुच अगर वो उद्धार पाया है तो वो दोबारा जो अंधकार में नहीं चलेगा। അപ്പോൾ ഇവിടെ അന്ധകാരം എന്ന് വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും, പാപത്തെ കുറിച്ചാണ്. यहाँ पर अंधकार करके बोलते समय में आप समझ गए करके मैं विश्वास करता हूँ वो पाप के विषय में बोला गया है। വീണ്ടും നാം പാപത്തിൽ തുടർന്ന് ജീവിക്കുന്നില്ല. मतलब दोबारा पाप में बने रहकर जीने का अनुभव नहीं आएगा। അപ്പോൾ ഇവിടെ വായിക്കുന്നത് നമ്മൾ കർത്താവിലായി കഴിഞ്ഞാൽ കർത്താവിന് പ്രസാദമുള്ളത് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടക്കും. तो इधर हमने एफेसो का पुस्तक 5 का उसका 10-11 में हम क्या देखा, इसके लिए हम क्या करते हैं, इसलिए जो बातें हैं हम लोग परखते हैं और मसीह में हम बने रहकर ज्योति की बातों को खोज में हम लोग जीते हैं। കാരണം അതിന്റെ 10ാം വാക്യത്തിൽ വായിക്കുന്നത് സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. हाँ, क्योंकि हम लोग उसका 5 का हिंदी में उसका वाक्य 9 है, जो आत्मा का फल है यानी धार्मिकता का फल है वो भलाई है, धार्मिकता है और सत्य है। അപ്പോൾ നമ്മൾ വെളിച്ചത്തിലാണെങ്കിൽ ഈ വെളിച്ചത്തിന്റെ ഫലം നമുക്ക് കാണണം. इसलिए अगर हम ज्योति में है तो ज्योति का फल देखना जरूरी है। ഏതിനെയും നമ്മൾ തിരിച്ചറിയുന്നത് ഫലം കൊണ്ടാണല്ലോ. हम लोग हमेशा कुछ भी अगर एक पेड़ को एक वृक्ष को अगर हमें पहचानना है तो फल से हम पहचानते हैं। കാരണം കർത്താവ് പറഞ്ഞത് മത്തായി 7:20 ഫലം കൊണ്ട് നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാമെന്ന്. क्योंकि मत्ती 7:20 में प्रभु ने क्या कहा कि तुम उसके फल से वो पेड़ कौन सा है तुम जान पाओगे। അപ്പോൾ ഒരു വ്യക്തി ക്രിസ്തുവിലായിട്ടുണ്ടെങ്കിൽ അവനിൽ ഈ വെളിച്ചത്തിന്റെ ഫലം നമുക്ക് കാണുവാൻ കഴിയും. इसलिए अगर एक व्यक्ति मसीह में है करके अगर वो हो चुका है तो उसका फल के द्वारा हमें मालूम पड़ेगा। അവസാനം മുന്നറിയിപ്പ് തരികയാണ് അതിന്റെ 11ാം വാക്യത്തിൽ, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് നിങ്ങൾ കൂട്ടാളികളാകരുത്. और फिर आखिरी में वाक्य 11 में चेतावनी क्या देता है कि तुम लोग अंधकार के दुष्ट कार्यों में या फिर जो जिसमें फल उत्पन्न नहीं होता उस तरह के कार्यों में तुम लोग भागी ना हो। പ്രിയമുള്ളവരെ, നമ്മള് വീണ്ടും ജനിച്ചെങ്കിൽ അതിനെക്കുറിച്ച് നല്ല ബോധ്യം നമുക്കുണ്ടായിരിക്കണം. इसलिए हे प्रियो, अगर हमारा नया जन्म हुआ है करके उसका अच्छा बोध और निर्णय हमारे अंदर रहना है। ഇനിയും നമ്മൾ പാപത്തിന്റെ വഴിയിലൂടെ ജീവിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. क्योंकि प्रभु तो ये चाहता ही नहीं है कि हम दोबारा पाप के रास्तों में ही जिए। നമ്മൾ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ पहला തെസ്സലോനി 5:5 जब हम पढ़ते हैं അവിടെ വായിക്കുന്നത്, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു, നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. पढ़ेंगे हिंदी में। क्योंकि तुम ज्योति की संतान और दिन की संतान हो, हम न रात के हैं न अंधकार के हैं। എത്ര വിശേഷപ്പെട്ട വാക്യമാണ് അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ. देखो कितना विशेष वाक्य है, अगर आप ध्यान से देखेंगे तो നിങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ച എല്ലാവരും, അതിനകത്ത് 50% ആൾക്കാരല്ല, പഠിത്തമുള്ള ആൾക്കാരല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ദേശത്തിന്റെ എന്തെങ്കിലും വ്യത്യാസമില്ല, എല്ലാവരും तुम लोग सब लोग ज्योति के हैं और दिन के संतान हो करके बोलते समय में तुम लोग सब लोग है करके बोला है। तो वो कलीसिया के सब लोग है करके बोलते समय में नया जन्म के आधा लोग नहीं या फिर सिर्फ धनवान लोग या जो अमीर है जो ज्यादा बुद्धिमान उन लोग नहीं, तुम लोग सब लोग। എന്നിട്ട് പറയാണ്, फिर कहता है പിന്നെ വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു, നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. तो हम लोग ज्योति के और दिन के संतान हैं और हम रात के नहीं। അപ്പോൾ നമുക്ക് എത്രമാത്രം ഈ കാര്യത്തിൽ നമുക്ക് എത്രമാത്രം ഉറപ്പുണ്ടായിരിക്കും. तो इसलिए इस बात का विषय में हमें कितना मजबूती हमें इस बात में होना है। അപ്പോൾ ഒരുവൻ വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? അവൻ വെളിച്ചത്തിൽ നടക്കും. तो एक बार नया जन्म पा लिया है वो क्या करेगा? वो ज्योति में चलेगा। അപ്പോൾ നമുക്ക് കാരണം
ദൈവം നമ്മളെ വിളിച്ചാക്കിയിരിക്കുന്നത് പുത്രന്റെ കൂട്ടായ്മയിലേക്കാണെന്ന് 1 കൊരിന്ത്യർ 1:9 വായിക്കുന്നുണ്ടല്ലോ. क्योंकि 1 कोरिन्थी 1:9 में हम क्या पढ़ते हैं? परमेश्वर ने हमें पुत्र का संगति में हमें रखा है, जिस बात में वो विश्वास योग्य है. അപ്പോൾ പുത്രന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചെന്ന് പറയുമ്പോൾ तो पुत्र का संगति में अगर हमें बुलाया है, सहभागिता में बुलाया है कहते समय में, നമ്മൾ 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് വായിക്കുന്നത് 1 യോഹन्ना 1:7 का शुरुआत के भाग में हम पढ़ते हैं, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. जैसा वो ज्योति में है उस तरह हम भी अगर ज्योति में चलेंगे तो हमारे बीच में संगति है. അപ്പോൾ യഥാർത്ഥമായും പുത്രന്റെ കൂട്ടായ്മയിൽ നമുക്ക് ആയിരിക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? നമുക്ക് യഥാർത്ഥമായ ആ വെളിച്ചത്തിൽ നടക്കുന്ന അനുഭവം അല്ലെങ്കിൽ വിശുദ്ധിയിൽ നടക്കുന്ന അനുഭവം ഉണ്ടായിരിക്കണം. इसलिए अगर वास्तव में संगति का अनुभव में अगर बना रहने का वो खुशी अगर हमारे अंदर रहना है तो वो ज्योति में चले रहना या फिर पवित्रता में बने रहने का अवस्था होना बहुत जरूरी है. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഞാൻ അത് ഒരുപാട് വിശദീകരിക്കുന്നില്ല കാരണം നമുക്ക് സമയത്ത് നിർത്തണമല്ലോ. അതുകൊണ്ട് ഒന്നാമത്തെ വീണ്ടും ജനിച്ചതിന്റെ തെളിവ് അവൻ വെളിച്ചത്തിൽ നടക്കുന്നു, വെളിച്ചത്തിന്റെ ഫലം കൊടുക്കുന്നു എന്നുള്ളതാണ്. तो पहला बात हमने क्या देखा, मैं उसको वर्णन ज्यादा करने के लिए समय नहीं है, इसके लिए मैं बताना चाहता हूँ. पहला पॉइंट हमने क्या देखा कि उद्धार पाया हुआ व्यक्ति का खासियत क्या रहेगा, उसमें वो गुण क्या प्रकट होगा कि वो ज्योति में चलेगा, ज्योति में वो संगति करेगा और वो ज्योति का फल में बना रहेगा. അപ്പോൾ ഇന്ന് നമ്മൾ യഥാർത്ഥമായും വെളിച്ചത്തിൽ നടക്കുന്നുണ്ടോ, യഥാർത്ഥമായും നമ്മളിൽ വെളിച്ചത്തിന്റെ ഫലം കാണുന്നുണ്ടോ, ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. तो इसलिए आज हमें ज्योति में चल पा रहे हैं क्या, ज्योति में चल रहे हैं क्या, या ज्योति का फल अगर हमें दिख रहा है क्या, ये बात का हमें परखना है. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്, दूसरा पॉइंट मैं बताना चाहता हूँ, യഥാർത്ഥ വീണ്ടും ജനിച്ച ഒരു വ്യക്തി ഈ ലോകത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ടവനാണ്, അല്ലെങ്കിൽ അവൻ ഈ ലോകത്തിലുള്ളവനല്ല, അവൻ ലോകത്തിന് അനുരൂപനാകുന്നില്ല. एक सच्चा नया जन्म पाया हुआ विश्वासी वो संसार से वो अलग रहेगा, वो अलग भाई पाया हुआ रहेगा, उसके साथ मिलजुल कर नहीं रहेगा. അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ പോയിന്റ് ഇങ്ങനെയാണ്. तो दूसरा पॉइंट ये है, വീണ്ടും ജനിച്ചവൻ ഈ ലോകത്തോട് അനുരൂപനാകുന്നില്ല. नया जन्म पाया हुआ विश्वासी संसार के साथ अनुरूप नहीं होता. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം നമുക്ക് വായിക്കാം. रोमियो का पुस्तक 12:2 हम पढ़ेंगे. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. इस संसार के सदृश न बनो, परंतु तुम्हारे मन के नए हो जाने से तुम्हारा चाल चलन भी बदलता जाए, जिससे तुम परमेश्वर की भली और भावती और सिद्ध इच्छा अनुभव से मालूम करते रहो. അപ്പോൾ വളരെ ലളിതമാണ്, നമുക്കിതൊക്കെ നല്ലപോലെ അറിയാവുന്ന വാക്യങ്ങളായതുകൊണ്ട് ഞാൻ ഒരുപാട് വിശദീകരണം നടത്തുന്നില്ല. तो ये बहुत ही स्पष्ट रूप में यहाँ वाक्य में लिखा है, ये सब वाक्य हम जानते हैं, इसलिए मैं इस विषय की गहराई में मैं नहीं जा रहा. കാരണം ഈ ലോകത്തിൽ നിന്ന് നമ്മളെ വിളിച്ച് വേർപെടുത്തിയതുകൊണ്ട് ഈ ലോകത്തിന് നമ്മൾ അനുരൂപരാകാൻ പാടില്ല. तो क्योंकि प्रभु ने हमें संसार से हमें बुलाकर हमें उठाकर संसार से अलग कर दिया है, तो संसार के साथ हम मिलजुल नहीं सकते. പ്രിയമുള്ളവരെ, സഭയെന്ന് പറയുമ്പോൾ തന്നെ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണല്ലോ. कलीसिया का मतलब ही क्या है, मंडली का अर्थ ही क्या है कि ऐसा एक जुट जो अलग करके इकट्ठा किया हुआ एक जुट. അതിനാ എക്ലീസിയ സഭ എന്ന് പറയുന്നത്. അപ്പോൾ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അവർ ഒരിക്കലും ഈ ലോകത്തോട് ഒരിക്കലും മിങ്കിൾ ആകുന്നില്ല, അല്ലെങ്കിൽ അവരോട് അനുരൂപമാകുന്നില്ല. तो वही है कलीसिया मतलब इक्लेसिया, जो ग्रीक शब्द है. क्लेसिया मतलब बुलाकर अलग किए हुए लोग, एक अलग जुट जो संसार से नहीं, संसार के थे लेकिन उससे अलग हो गए, अभी हम वापस संसार में मिलजुल नहीं सकते. അപ്പോൾ ഇവിടെ വായിക്കുന്നത് നമ്മുടെ ലോകത്തോട് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. तो यहाँ पर हम क्या हमने पढ़ा कि हमने संसार के रूप में हम लोग अनुरूप ना हो, बल्कि अपने मन से हम लोग रूपांतर होकर हमारे मन को नया करते हुए प्रभु परमेश्वर की उपस्थिति में भलाई क्या है, जो सिद्ध क्या है, परमेश्वर की सिद्ध इच्छा क्या है जानकर जियो. അപ്പോൾ നമുക്ക് നന്മയെ കുറിച്ച് മനസ്സിലാക്കണം. तो हमें भलाई क्या है हमें जानना है. ദൈവം ഏതിൽ പ്രസാദിക്കുന്നത് മനസ്സിലാക്കണം. परमेश्वर किस बात में प्रसादित होता है वो बात हमें जानना है. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പൂർണ്ണഹിതം നമ്മൾ അറിയണം. और परमेश्वर का हमारे विषय में सिद्ध इच्छा क्या है वो हमें जानना है. ഇത് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? ये सब जानने के लिए हमें क्या करना होगा? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. मन को नया करके रूपांतर होना है. നമുക്ക് ഓരോ ദിവസവും മാനസാന്തരത്തിന്റെ അനുഭവം വേണം. हमें एक एक दिन मन में हमें मन फिरने का अवस्था का जरूरी है. ഇന്ന് പലർക്കും മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ അവര് ശരിക്കും വളരുന്നില്ല, അല്ലെങ്കിൽ മാനസാന്തരം നടക്കുന്നില്ല. आज बहुत से विश्वासियों को मन फिरने के विषय में उसमें बढ़ोतरी नहीं हो रहा, उसमें आगे नहीं बढ़ते वो लोग. അതുകൊണ്ട് തന്നെ അവർക്ക് ദൈവഹിതം
പൂർണ്ണമായി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല. जिसकी वजह से उस विषय में परमेश्वर का इच्छा क्या है ना जानने की वजह से विश्वास की जिंदगी में आगे बढ़ने नहीं हो पा रहा. ഞാൻ ഇന്നലെ നിങ്ങളെ ഓർപ്പിച്ചു, നമുക്ക് ഒരു കാര്യം ദൈവഹിതമാണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? मैं कल भी आप लोगों को बताया होगा कि परमेश्वर का इच्छा क्या है. ये बात जानने के लिए आपको क्या करना पड़ेगा? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? आप लोग याद कर रहे हो क्या? പലപ്പോഴും നല്ല കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകാറുണ്ട്. बहुत बार जब भला अच्छा बातें बोलते हैं तो लोग भूल जाते हैं. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? आप लोगों को याद है? आप लोग को याद रहेगा. प्रेज द लॉर्ड. आमीन. नहीं, सवाल करके आप किसी को तकलीफ नहीं देगा. मुझे मालूम है लोगों को ऐसे बात याद അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ഓർത്തിരിക്കില്ല. मैं सवाल पूछ के तकलीफ देना नहीं चाहता क्योंकि ये लोग ये सब बातें जल्दी भूल जाते हैं. ഇത് അത്യാവശ്യമായി നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ये एक बहुत ही जरूरी बात है जो हमें याद रहना चाहिए. ഒരു കാര്യം ദൈവഹിതമാണെങ്കിൽ അത് ചുരുങ്ങിയത് 3 കാര്യങ്ങൾ ഒത്തുവരണം. अगर परमेश्वर का इच्छा अगर कुछ एक बात में अगर परमेश्वर का इच्छा है तो कम से कम 3 बात में उसमें सहमति होना चाहिए. ഒന്ന് ദൈവവചനം അതിനെക്കുറിച്ച് പറയുന്നത് അത് അതിന് അനുസരണമായിരിക്കണം. एक है कि परमेश्वर का वचन उस बात में अनुमति देना चाहिए. 2 നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം. दूसरा है कि हमारा आग्रह उसमें रहना चाहिए. മൂന്നാമത് അതിനനുസരിച്ചുള്ള അവസരം ദൈവം ഒരുക്കി തരും. और तीसरा ये है कि उस विषय में जो हमारा अवस्था और परिस्थिति है उसमें पूर्ण सहयोगी रीति में होना चाहिए. ഇത് 3 ഒത്തുവരുന്നെങ്കിൽ അത് 100% ദൈവഹിതം തന്നെയാണ്. अगर ये तीनों बातें एक समान अगर हो रहा है, समानता में जा रहा है, योग्य रीति में चल रहा है, तो समझ जाना जो विषय है वो परमेश्वर की इच्छा के अनुसार है. എന്നാൽ ഇതിൽ അധിക സംഭവങ്ങളും अധിക കാര്യങ്ങളും നടക്കുന്നത് പലപ്പോഴും 2 കാര്യങ്ങൾ ഒത്തുവരും, മൂന്നാമത്തെ കാര്യം ഒത്തുവരികയില്ല. അത് അവസാനം പറഞ്ഞ 2 കാര്യം ഒത്തുവരും. हाँ, तो लेकिन इसमें हमेशा लोग हमेशा इसमें से 2 बातें हैं जो हमेशा समानता में आता है. एक बात हमेशा छूटकर अलग हो जाता है. कौन सा 2 बातें समानता में है? जो आखिरी का 2 बात बोला. ഞാൻ പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞാല് ദൈവത്തിനെ ഒഴിച്ചിട്ട് ബാക്കി നമ്മുടെ ഉള്ളിലെ ആഗ്രഹവും അതിനുള്ള അവസരങ്ങളും ഒത്തുവരും. लेकिन हम क्या देखते हैं, हमेशा परमेश्वर का वचन कभी भी इस विषय में सहयोग नहीं करेगा, लेकिन हमारा आग्रह और परिस्थिति ये क्या करता है, हमेशा सहयोग में रहकर वो बातों को पूरा करने का अवस्था लेकर आता है. നമുക്ക് മദ്യപിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള ആ ആഗ്രഹം തന്നെ ഇത് നമ്മൾ നടന്നു പോകുമ്പോൾ എവിടേക്കും മദ്യഷാപ്പ് കാണുമ്പോൾ പൈസയുണ്ട്, പോയി കുടിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഒത്തുവരും. കണ്ടോ? അപ്പോൾ ആഗ്രഹവും ഉണ്ട്, പൈസയും ഉണ്ട്, പിന്നെ കുടിക്കാൻ എന്നാ പ്രയാസം? तो अभी दारू पीने का अगर मन हो रहा है तो अचानक मेरे अंदर आग्रह है और मैं चलकर जा रहा हूँ, देखो एक बार का दुकान है वहां पर दारू बेच रहा है, तो देखो आग्रह आ गया और उधर बार भी है, पॉकेट में देखा पैसा भी है, चलो परिस्थिति भी हो गया, चलो सब कुछ अभी मेरे सहयोग में, चलो अभी मैं दारू क्यों नहीं पी सकता. എന്നാൽ അവിടെ ദൈവവചനം പറയുന്നത് എന്താണെന്നുള്ളത് അവിടെ നമ്മൾ നോക്കുന്നില്ല. लेकिन परमेश्वर का वचन इस विषय में क्या कहता है ये बात आप नहीं देखते. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കിയില്ല. जो पियक्कड़ है, जो दारू पीने वाले लोग हैं, परमेश्वर का राज्य को मिरास वो लोग नहीं प्राप्त करेंगे. ദൈവവചനം കൂടി പറയുന്നത് നമ്മൾ നോക്കണം. इसलिए परमेश्वर का वचन की उस विषय में क्या कहता है वो बहुत ही पूर्ण प्रधान रूप में हमें समझना है. ഇന്നലെ നമ്മൾ കണ്ടു യോനയുടെ കാര്യത്തിൽ. कल हम लोग योना का विषय में हमने देखा था. യോനയോട് ദൈവം പറഞ്ഞത് നിനവയിലേക്ക് പോകാൻ. योना को परमेश्वर ने कहा तू निनवा के नगर में जाना. എന്നാൽ യോനായ്ക്ക് അതിന് മനസ്സിലായിരുന്നു. लेकिन योना को अब देखते क्या है, उसको आग्रह नहीं था. അപ്പോൾ അവൻ നോക്കിയപ്പോൾ അവിടെ തർശീസിലേക്ക് പോകുന്ന കപ്പൽ കണ്ടു, പൈസ കയ്യിലുണ്ട്, ടിക്കറ്റ് മേടിച്ചു, കപ്പലിൽ കയറി, ഉറക്കം. और उस उधर क्या देखा, तरसीस में जाने के लिए दूसरा जहाज वहां पर तैयार है, पैसा उसके पास है, टिकट ले लिया, अब जहाज में बैठकर अच्छे से सो गया. അവന്റെ ഇച്ഛ തർശീസിലേക്ക് പോകാൻ. उसका इच्छा क्या था, तरसूस में जाना. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അല്ലെങ്കിൽ ദൈവം പറയുന്നത് അവന് നിനവയിലേക്ക് പോകാൻ. लेकिन परमेश्वर का वचन उसके ऊपर आया, परमेश्वर ने उसे कहा कि तुझे निनवा में जाना है. അവൻ ചെയ്യുന്നത് ശരിയാണോ? क्या अब तो योना ने अभी जो किया वो सही था क्या? അവൻ ചെയ്തത് ദൈവഹിതമാണോ? क्या उसने परमेश्वर की इच्छा की बातें किया क्या? അല്ല. नहीं. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും നമുക്ക് ദൈവഹിതം തിരിച്ചറിയുവാനായിട്ട് നമ്മുടെ മനസ്സ് മാനസാന്തരം അല്ലെങ്കിൽ നമ്മുടെ ഇച്ഛകളെ നമ്മൾ മരിപ്പിക്കണം. इसलिए अब परमेश्वर की बातें, परमेश्वर की इच्छा, सब बातों में परमेश्वर की इच्छा बातें है कि नहीं जानने के लिए हमारा जो इच्छाओं को हमें उसको मरना जरूरी है, जिसके लिए मन फिरना बहुत जरूरी है. അതുകൊണ്ടാണല്ലോ ഗലാത്യർ 5:24 ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണം. इसलिए गलतियों का पुस्तक 5:24 वो जरा पढ़ेंगे. 5:24 गलतियों. जो मसीह यीशु के हैं, हाँ. उन्होंने शरीर को उसकी लालसाओं और अभिलाषाओं समेत क्रूस पर चढ़ा दिया है. आमीन.
അപ്പോൾ ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു പൂർണ്ണ ഹിതമുണ്ട്. इसलिए परमेश्वर को हमारे विषय में एक सिद्ध इच्छा है. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ അവസരം നമുക്ക് അവസരോചിതമായിട്ട് അനുകൂലമായിട്ട് വന്നാൽ ഉടനെ നമ്മൾ എടുത്ത് ചാടി ചെയ്യാൻ പാടില്ല. तो इस परमेश्वर को सिद्ध इच्छा को बातों में हमारा कुछ पसंद की बातें, हमारा आग्रह और हमारा परिस्थिति सहयोग में जा रहा बोलकर उसको मिलाकर वो बात को कभी नहीं करना. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ആദ്യം നോക്കേണ്ടത് റോമാലേഖനം 4:3 ആദ്യ ഭാഗത്ത് വായിക്കുന്ന പോലെ തിരുവെഴുത്ത് എന്തു പറയുന്നു എന്ന് നമ്മൾ നോക്കണം. हम लोग सबसे पहली बात हमारे जीवन में परमेश्वर की इच्छा क्या है जानने के विषय में जब विषय आते समय में रोमियो का पुस्तक 4:3 का शुरुआत का भाग में क्या लिखा है, परमेश्वर का वचन इस विषय में क्या कहता है. അപ്പോൾ ദൈവവചനത്തിന് തന്നെ ഏറ്റവും പ്രാധാന്യം കൊടുക്കണം. इसलिए पवित्र शास्त्र को हमेशा हमें पहला बात हमें मुख्य स्थान देना है. ഇല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തോട് അനുരൂപരായി മാറും. नहीं तो फिर यह संसार से हम लोग मिलजुल कर उसी के अनुरूप हो जाएंगे. ശത്രുവിനെ നമ്മളെ വഞ്ചിക്കാൻ യാതൊരു പ്രയാസമില്ല. शत्रु को फिर हमें धोखा देकर बहका कर लेकर जाने के लिए ज्यादा समय नहीं लगेगा. അപ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കണം, ഞാനൊരു വീണ്ടും ജനിച്ച ദൈവത്തിന്റെ പൈതലാണ്. ഞാൻ ഈ ലോകത്തിൽ വസിക്കുന്നുവെങ്കിലും ഞാൻ ലോകക്കാരനല്ല. तो इसलिए एक नया जन्म पाया हुआ विश्वासी को अच्छी तरह से निश्चय होना चाहिए कि मैं भले ही मैं संसार में जी रहा हूँ लेकिन मैं संसार का नहीं हूँ. ചിലപ്പോൾ നമുക്ക് ലോകത്തിൽ നിന്നും അനേക പ്രതികൂലങ്ങൾ കടന്നു വന്നേക്കാം. शायद संसार से हमें बहुत विरुद्ध और प्रतिकूल अवस्था हमारे जीवन में आएगा. അതുകൊണ്ടൊന്നും നമ്മൾ സംശയിക്കാൻ പാടില്ല. उससे कभी हमें शक नहीं करना है. അവിടെ നമ്മൾ വചനം നോക്കണം. उधर भी हमें वचन को देखना है. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 15:19 വായിക്കുമ്പോൾ യോഹന്നാൻ 15:19 ജോൺ 15:19 जब हम पढ़ते हैं, നിങ്ങൾ ലോകക്കാരായിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. यदि तुम संसार के होते तो संसार अपनों से प्रेम रखता, परंतु इस कारण कि तुम संसार के नहीं वरन मैंने तुम्हें संसार में से चुन लिया है, इसलिए संसार तुमसे बैर रखता है. അപ്പോൾ ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ലോകത്തിന് നമ്മളെ സ്നേഹിക്കാൻ കഴിയില്ല. കാരണം ദൈവം നമ്മളെ ഈ ലോകത്തിൽ നിന്നും തനിക്കായി വിളിച്ച് വേർപെടുത്തി. तो इधर हमने स्पष्ट रूप में देखा संसार हमसे बैर रखता है, संसार हमें नफरत करेगा. ऐसा क्यों है? क्योंकि प्रभु ने हमें संसार से उठाकर हमें अलग करके रखा है. ഇവിടെ കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. प्रभु स्वयं ये बात कहता है, मैंने तुम्हें संसार से तुम्हें चुनकर मैं तुम्हें अलग किया है, इसलिए संसार तुमसे नफरत करेगा. നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. यदि अगर तुम संसार के होते तो संसार तुमसे प्रेम करता था, എന്നാൽ നിങ്ങൾ ലോകക്കാരല്ല. लेकिन तुम संसार के नहीं हो. അപ്പോൾ നിങ്ങൾക്ക് ഈ അനുഭവം യഥാർത്ഥത്തിൽ ഈ നാളുകളിൽ ഉണ്ടാകുന്നുണ്ടാകാം. इसलिए आप लोगों को भी इस विषय का अनुभव आप सब लोगों को होता होगा ये दिनों में. മറ്റുള്ളവർ നിങ്ങളെ വെറുതെ പഴിക്കുന്നുണ്ടാകും. आप लोगों को शायद लोग ऐसी बिना कारण आपसे नफरत करता होगा. കാരണം എന്താണെന്നറിയാമോ? कारण क्या है? നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. क्योंकि आप लोग परमेश्वर से चुने हुए परमेश्वर के खुद के लोग हैं. നമുക്ക് നാടോടുമ്പോൾ നടുവേ ഓടണമെന്നുള്ള ചരിത്രമല്ല നമുക്കുള്ളത്. നമ്മുടെ കർത്താവിന്റെ വകയാണെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവിനുള്ളവർ എന്ന നിലയിൽ ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തരായി തന്നെ നാം ജീവിക്കണം. इसलिए हम लोग हमेशा समूह देखो इस रास्ते से चल रहा है, गांव देखो इस रास्ते से चल रहा है, चलो हम भी संसार के साथ मिलजुल कर उसी रास्ते में चलते हैं. ऐसा नहीं है प्रियो, हम लोग प्रभु के लोग हैं, हम लोग संसार के लिए नहीं है, प्रभु की इच्छा के अनुसार चलने वाले लोग हैं. നാം ഒരിക്കലും ഈ ലോകക്കാരെ പോലെ ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. हम लोग कभी भी संसार के लोगों के समान जीने के लिए प्रभु हमको अनुमति नहीं देता. നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വെച്ച് പിതാവുമായിട്ട് കർത്താവിന്റെ പ്രാർത്ഥന, അമ്മയുടെ പ്രാർത്ഥനയല്ല, കർത്താവിന്റെ പ്രാർത്ഥനയിൽ കർത്താവ് പിതാവിനോട് പറയുന്നത് ഇങ്ങനെയാണ്. हम लोग यहाँ पर जब यीशु मसीह इस दुनिया में जीते समय में, उस समय में यीशु ने पिता के साथ जब प्रार्थना करने का विषय में हम वहाँ पर देखते हैं, प्रभु ने जो चेले को सिखाया वो प्रार्थना नहीं, लेकिन यीशु स्वयं जो प्रार्थना किया वहाँ पर प्रभु कहता है. അപ്പോൾ യേശുവിന്റെ പ്രാർത്ഥന ഏതാണെന്ന് ചോദിച്ചാൽ യോഹന്നാൻ 17-ാം അധ്യായമാണ്. तो यीशु का प्रार्थना जब यीशु ने स्वयं पिता से प्रार्थना किया वो कौन सा है? यूहन्ना का पुस्तक 17 अध्याय में. ബാക്കി മത്തായി 6-ാം അധ്യായത്തിലും ലൂക്കാ 11-ാം അധ്യായത്തിലും കാണുന്നത് ശിഷ്യന്മാരുടെ പ്രാർത്ഥന. तो वो दूसरा मत्ती का पुस्तक 6 अध्याय में और लूका 11 अध्याय में हम जो पढ़ते हैं वहाँ पर जो प्रार्थना देखते हैं वो प्रभु ने चेले को सिखाया हुआ प्रार्थना है. അതിന് ശിഷ്യന്മാരുടെ പ്രാർത്ഥനയാണ്. उसे चेलों का प्रार्थना हम देखते हैं. അതിന് ചിലര് യേശുവിന്റെ പ്രാർത്ഥന എന്ന് പറയാറുണ്ട്. അത് തെറ്റാണ്. കർത്താവിന്റെ പ്രാർത്ഥന ഈ 17-ാം അധ്യായം. कुछ लोग यीशु का वो प्रार्थना है करके ऐसा बोलते हैं, लेकिन वैसा वो नहीं है क्योंकि वो चेलों का प्रार्थना उनको सिखाया था. अब प्रभु का प्रार्थना यूहन्ना का पुस्तक 17 अध्याय में. അപ്പോൾ ഇവിടെ കർത്താവ് തന്നെ പ്രാർത്ഥനയിൽ പിതാവിനോട് യോഹന്നാൻ 17-ാം വാക്യത്തിന്റെ ലാസ്റ്റ് പാട്ടിൽ പറയാണ്, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായതുകൊണ്ട് ലോകം അവരെ പകച്ചു.
तो यहाँ पर यूहन्ना का पुस्तक उसका 17 का 14 में भी प्रभु वहां पर स्वयं वहां पर आखिरी में वहां पर क्या कहता है कि जिस तरह मैं संसार का नहीं हूँ उस तरह वे भी संसार के नहीं है। വീണ്ടും അതിന്റെ 16-ാം വാക്യത്തിൽ വീണ്ടും കർത്താവ് ആവർത്തിക്കുന്നത് കാണാൻ കഴിയും, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല। और 16 वाक्य में फिर से वो बात को उठाकर कहता है, जिस तरह मैं जैसे वो संसार के नहीं है, वो 16 पढ़ेंगे, सॉरी, जैसे मैं संसार का नहीं वैसे ही वे भी संसार के नहीं। आमेन। പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ ലോകക്കാരെ പോലെ ജീവിക്കുവാനായിട്ട് വീണ്ടും ജനിച്ച ഒരു ദൈവത്തിൽ ഒരിക്കലും കഴിയില്ല। इसलिए प्रियो एक नया जन्म पाया हुआ विश्वासी को जैसे संसार के लोग संसार के तौर तरीकों से जीता चल रहा है, वैसा हम विश्वासी वैसा नहीं जी सकते। അപ്പോൾ ഒന്നാമത്തെ കാര്യം, വീണ്ടും ജനിച്ചവർ വെളിച്ചത്തിൽ നടക്കുന്നു, അല്ലെങ്കിൽ യഥാർത്ഥമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നു। तो पहला हमने पॉइंट क्या देखा, एक सच्चा विश्वासी ज्योति में चलेगा, यानी कि पवित्रता का अनुभव में वो चलेगा। രണ്ടാമത്തെ കാര്യം നമ്മൾ കണ്ടത്, ഈ ലോകത്തോട് അവർ അനുരൂപരാകുന്നില്ല, ഈ ലോകക്കാരായി ജീവിക്കുന്നില്ല, അവർ തികച്ചും സ്വർഗീയന്മാരായി കർത്താവിന്റെ കാഴ്ചകളെ പിൻപറ്റുന്നവരായി ജീവിക്കുന്നു। दूसरा हमने देखा कि वो संसार से अनुरूप नहीं करते, संसार के चाल चलनों में एक नहीं रहते, बल्कि स्वर्गीय बातों में मन लगाकर स्वर्गीय आग्रह क्या है जानकर जीने वाले लोग हैं। ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാം। अभी तीसरा एक बात हम देखते हैं, നമ്മള് വീണ്ടും ജനിച്ച ദൈവത്തിന്റെ പൈതൽ എപ്പോഴും ആത്മീയ കാര്യങ്ങളെ കുറിച്ച്, നിത്യതയെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും അവരുടെ ചിന്താ വിഷയം। एक नया जन्म पाया विश्वासी हमेशा आत्मिक बातें और अनंतता के बातें, अनंत काल की बातों में वो मन लगाएगा, उसी में लक्ष्य रहेगा। വളരെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ, बहुत ही ध्यान पूर्वक सुनना। ഇവിടെ ഇന്ന് വീണ്ടും ജനിച്ചവർ പലരും ഇന്നും ഈ ലോകത്തെ കുറിച്ചും ലോകത്തിലെ നേട്ടങ്ങളെ കുറിച്ചും ലോകത്തിലെ സുഖസൗകര്യങ്ങളെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് അവരുടെ ചിന്തകൾ പോകുന്നത്। इसलिए आज नया जन्म पाया हुआ विश्वासी लोगों को हमेशा उनका मन का बात क्या है, संसार की बातें, संसार में किस तरह बातें मैं कमाऊं, संसार में मैं कैसा धनवान बनूं, ये सब बातों में सोच विचार कर जीते हैं वो लोग। എന്നാൽ ഒരു യഥാർത്ഥ വീണ്ടും ജനിച്ച ദൈവത്തിന്റെ പൈതലിനെ കുറിച്ച് പറയുന്നത്, അവർ എപ്പോഴും സ്വർഗീയമായ കാര്യങ്ങളെ കുറിച്ച്, നിത്യമായ കാര്യങ്ങളെ കുറിച്ച്, നിലനിൽക്കുന്ന കാര്യങ്ങളെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്। लेकिन एक नया जन्म पाया हुआ विश्वासी वो हमेशा स्वर्गीय बातों में, अनंतता की बातों में, जो बातें सदा के लिए टिका रहता है वो बातों में वो मन लगाता है। കാരണം ക്രിസ്തുവിന്റെ ആത്മാവുള്ളവൻ ആത്മാ സ്വഭാവമുള്ളവനാണ്। क्योंकि जिसमें मसीह का आत्मा है वो आत्मा का स्वभाव में जीता है। അപ്പോൾ ഞാൻ അതിന് 2 വാക്യങ്ങൾ അടുത്തടുത്ത് വായിപ്പിക്കാം। റോമാലേഖനം 8-9 വാക്യം, उसमें 2 वाक्य हम साथ में वो पढ़ेंगे। അതിന്റെ ആദ്യ ഭാഗം, रोमियो 8:9 का शुरुआत में वहां पर हम इस तरह पढ़ते हैं, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡ സ്വഭാവമുള്ളവരല്ല ആത്മാ സ്വഭാവമുള്ളവരത്രേ। पढ़ेंगे 8:9 का शुरुआत खाली। परंतु जबकि परमेश्वर का आत्मा तुम में बसता है तो तुम शारीरिक दशा में नहीं परंतु आत्मिक दशा में हो। आमेन। അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത്, നമ്മൾ വീണ്ടും ജനിച്ച് ദൈവത്തിന്റെ ആത്മാവിൽ വീണ്ടും ജനിച്ചവര് പിന്നെ അവര് എപ്പോഴും അവര് ആത്മാ സ്വഭാവമുള്ളവരായിരിക്കും പറയുന്നത്। तो वहां पर 8:9 में अभी हमने पढ़ा, जो नया जन्म पाया विश्वासी जिसके अंदर पवित्र आत्मा है वो आत्मिक दशा में है, पवित्र आत्मा के आगे के अनुसार वो चलता है। അപ്പോൾ അതിന്റെ അർത്ഥം അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അവരുടെ ദിശ മാറി, ഇപ്പോൾ അവർ ആത്മീയ ദിശയിലാണ്। आमेन। इसका मतलब क्या, उनका जो दिशा है, जो अवस्था है वो अभी बदल चुका है, अभी वो सब बातें आत्मिक दशा के अनुसार वो चलता है। ഇനി അതിന്റെ 5-ാം വാക്യത്തിൽ വായിക്കും, और उसी अध्याय का वाक्य 5 में हम पढ़ते हैं, ആത്മാ സ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു। उसका आखिरी भाग में हम पढ़ते हैं, जो आत्मा में मन लगाता है, ആത്മാ സ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു, परंतु आध्यात्मिक आत्मा की बातों पर मन लगाते हैं। അപ്പോൾ ഇവിടെ ആത്മാ സ്വഭാവമുള്ളവർ, അപ്പോൾ നമ്മളിവിടെ സ്വഭാവത്തെ കുറിച്ച് വായിച്ചു, നമ്മൾ ക്രിസ്തുവിന്റെ ആത്മാവുണ്ടെങ്കിൽ അവരുടെ ആത്മാ സ്വഭാവമായിരിക്കും। അങ്ങനെ ആ ആത്മാ സ്വഭാവമുള്ളവർ എന്ത് ചെയ്യുന്നു, അവര് ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു। तो हमने जो मसीह में है उनको आत्मा का स्वभाव और गुण आता है, और ये आध्यात्मिक जो है, जो आत्मिक लोग है वो लोग क्या करता है, आत्मा के रीति के अनुसार ही चलते हैं। അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ വീണ്ടും ജനിച്ചിട്ടും ഇന്ന് നമുക്ക് ആത്മാ സ്വഭാവമുണ്ടോ അല്ലെങ്കിൽ ആത്മാവിനുള്ളതാണോ ചിന്തിക്കുന്നത്? इसलिए आज हम लोग नया जन्म पाने के बाद क्या आत्मिक स्वभाव हमें है क्या, जो आत्मा की बातें हैं वही हम सोचते हैं क्या? നമുക്കറിയാം, വീണ്ടും ജനിച്ച അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികളും കർത്താവിനോട് കൂടെ ഉയർപ്പിക്കപ്പെട്ടവരാണ്।
അവനെ ഉയർപ്പിന്റെ ഒരു അനുഭവം അവർക്കുണ്ട്. इसीलिए हम देखते हैं कि जो नया जन्म पाया हुआ विश्वासी लोग की अवस्था क्या है, सभी लोग स्वर्गीय स्थानों में उठाया गया है, इस तरह उठाया जाने का अवस्था उनमें है. നമുക്കറിയാം, പിന്നെ കൊലോസ്യലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ कोलोस्यों का पुस्तक 2:12 जब हम पढ़ते हैं, Colossians 2:12, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. पढ़ेंगे उसका पर. हाँ, उसी के साथ बपतिस्मा में गाड़े गए और उसी में परमेश्वर की सामर्थ पर विश्वास करके जिसने उसको मरे हुओं में से जिलाया उसके साथ जी भी उठे. हाँ. അപ്പോൾ ഇവിടെ ഈ കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റ ഒരു വ്യക്തി അവർ കർത്താവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ട അനുഭവമുണ്ട്. इसलिए जो मसीह के साथ बपतिस्मा लेकर मसीह में जुड़े हुए लोगों की खासियत क्या है, वो लोग मसीह के साथ उठाए भी गए हैं. അപ്പോൾ അങ്ങനെയുള്ള അവർ എന്താ ചെയ്യണ്ടേ? ऐसे लोग क्या करना चाहिए? അതിന്റെ 3-ന്റെ 1-2 വാക്യം. उसका 3 का 1 और 2, कोलोस्यों 3:1-2. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. जब तुम मसीह के साथ जिलाए गए तो स्वर्गीय वस्तुओं की खोज में रहो जहाँ मसीह विद्यमान है और परमेश्वर के दाहिनी ओर बैठा है. पृथ्वी पर की नहीं परंतु स्वर्गीय वस्तुओं पर ध्यान लगाओ. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, इधर हमें एक ध्यान से हमें देखने वाली एक बात है. ഇന്ന് രക്ഷിക്കപ്പെട്ടെന്നും സ്നാനപ്പെട്ടെന്നും ഒക്കെ പറയുന്ന പലരും ഈ ഉയരത്തിലുള്ള കാര്യങ്ങളെ അന്വേഷിക്കുന്നില്ല. അവർക്ക് ഇന്നും അന്വേഷണം മുഴുവനും ലോകത്തിലെ കാര്യങ്ങളാണ്. तो आज उद्धार पाया करके बोलते हैं, बपतिस्मा हो गया बोलते हैं, लेकिन अभी भी उनका विचार स्वर्गीय स्थानों की बातों के लिए नहीं है, भूमि की और पृथ्वी की बातों में मन लगा रहे हैं लोग. അവരുടെ ചിന്തയും അവരുടെ സംസാരവും അവരുടെ ഇടപെടലും കാര്യങ്ങളെല്ലാം അവർക്ക് ലോകമാണ് വിഷയം. तो उनका जो सोच है, उनका बातचीत है, उनका तौर तरीका है, वो सब संसार को पाने का विषय है, संसार है उनका विषय. അപ്പോൾ അവർ വാസ്തവത്തിൽ ഏത് ആത്മാവിനെയാണ് പ്രാപിച്ചിരിക്കുന്നത്? तो वो लोग वास्तव में कौन सा आत्मा वो लोग ने प्राप्त किया है? അങ്ങനെയുള്ളവർ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരാണോ? इस तरह के लोग क्या वास्तव में उद्धार पाए हैं क्या? നമുക്കറിയാം, ചില രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുന്ന ചിലരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറയുന്ന മുഴുവൻ ലോക കാര്യങ്ങൾ മാത്രം, ആത്മീയ കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. हम लोग कुछ विश्वासियों से जब बात करते हैं समय में, वो लोग सब संसार की बातों में, संसार में क्या क्या फायदा है, यही सब बातें ही उन लोग को बात करने के लिए समय है. आत्मिक बातें बिल्कुल बात नहीं करते वो. ആത്മീയ കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് സമയമില്ലെന്ന് പറഞ്ഞ് ഉടനെ സാധനം കൊടുക്കും. जब आत्मा का विषय जब हम लेने के लिए जाते हैं तो लोग बहुत समय नहीं, मुझे जाना है, काम है बोलकर वो लोग भाग जाते हैं. നിത്യതയുടെ കാര്യങ്ങള്, ഉയരത്തിലെ കാര്യങ്ങള്, അതിനെക്കുറിച്ച് കേൾക്കുവാൻ അവർക്ക് സമയമില്ല. ലോക കാര്യങ്ങളാണെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരുന്ന് സംസാരിക്കും. तो अनंतता की बातें, स्वर्ग की बातें, आत्मिक बातें बोलेगा तो उनके पास समय नहीं है, लेकिन संसार और पृथ्वी की बातें बोलेगा तो उनके पास बहुत समय है. പ്രിയ ദൈവമക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അങ്ങനെയുള്ളവരെ നമ്മൾ വളരെ സൂക്ഷിച്ചൊഴിയണം. इसलिए हे प्रिय भाई बहनों, ऐसे विश्वासियों से हमें अब संभालना है. ഞാനൊരു വാക്യം നിങ്ങൾക്ക് ശ്രദ്ധയ്ക്ക് വേണ്ടി വായിപ്പിക്കാം. एक वाक्य आपका ध्यान के लिए मैं पढ़ाना चाहता हूँ. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 5-6 വാക്യം. पहला यूहन्ना 4 का 5 और 6. वे संसार के हैं, इस कारण वे संसार की बातें बोलते हैं और संसार उनकी सुनता है. हम परमेश्वर के हैं. जो परमेश्वर को जानता है वह हमारी सुनता है, जो परमेश्वर को नहीं जानता वह हमारी नहीं सुनता. इस प्रकार हम सत्य की आत्मा और भ्रम की आत्मा को पहचान लेते हैं. എത്ര ലളിതമായിട്ടാ തിരുവചനം ഓരോ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത്. कितना स्पष्ट रीति से परमेश्वर का वचन हमें बातें सिखाता है. देखो ദൈവമക്കളെ, ഓരോ കാര്യങ്ങളിലും തിരുവെടുത്ത് എന്ത് പറയുന്നു എന്ന് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. इसलिए हे प्रिय, हर एक विश्वासी लोग परमेश्वर का शास्त्र, प्रभु का वचन क्या कहता है, उसी बात का आधार में रखकर जीना है. ഇന്ന് അനേക നിലയിലുള്ള വഞ്ചകന്മാർ പുറപ്പെട്ടിട്ടുണ്ട്. आज बहुत सारा धोखा देने वाले लोग, धोखा का अवस्था में लेकर डुबाने के लिए लोग उतरे हैं. അനേകരും പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവല്ല. बहुत लोगों के अंदर कार्य करने वाला आत्मा परमेश्वर का पवित्र आत्मा नहीं है. ഇന്ന് ആത്മീയ ഗോളത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഞെട്ടൽ തോന്നും. കാരണം അവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് ശരിയായ പരിശുദ്ധാത്മാവല്ല, അത് മറ്റൊരു ആത്മാവാണ്. आज आत्मिक दुनिया में जो लोगों के अंदर कार्य करने वाला जो आत्मा का कार्य को अगर देखेंगे तो हम लोग ही डर जाएंगे, क्योंकि वो पवित्र आत्मा का कार्य नहीं है, संसार का आत्मा का कार्य के अधीन में वो लोग जी रहे हैं. അതൊരു വഞ്ചനയുടെ ആത്മാവാണ്. वो एक धोखा देने वाला आत्मा है. നമ്മൾ ആ ആത്മാവിനെ തിരിച്ചറിയണം. हमें वो आत्मा को पहचानना है. നമുക്കറിയാം, ദൈവവചനത്തോട് പ്രതിപത്തി ഇല്ലാത്ത ഒരു വ്യക്തിയെ, ആ വ്യക്തിയെ ഭരിക്കുന്നത് എപ്പോഴും ഒരു വഞ്ചനയുടെ ആത്മാവ്. इसलिए जो व्यक्ति परमेश्वर का वचन के आधार पर समर्पण करके नहीं जीने वाला व्यक्ति, उसके अंदर कार्य करने वाला, धोखा देने वाला आत्मा है. നമുക്കറിയാം, കർത്താവ് പറഞ്ഞപ്പോൾ യോഹന്നാൻ 8:47 ഇങ്ങനെ പറയുകയുണ്ടായി. उसमें जॉन
8 का 48 में हम देख सकते, सॉरी 47, जॉन 8:47। ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു, നിങ്ങൾ ദൈവസന്തതി അല്ലായതുകൊണ്ട് കേൾക്കുന്നില്ല. पढ़ेंगे। जो परमेश्वर से होता है वह परमेश्वर की बातें सुनता है, और तुम इसलिए नहीं सुनते कि परमेश्वर की ओर से नहीं हो। അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ചിന്തകളും നമ്മുടെ സംസാരവും എല്ലാം കർത്താവിനെ കുറിച്ചും നിത്യതയെ കുറിച്ചുമായിരിക്കണം, ഉയരങ്ങളിലുള്ളതായിരിക്കണം പ്രിയമുള്ളവരെ. ഇല്ലെങ്കിൽ നമുക്കൊരു ലാഭം ഉണ്ടായില്ല. इसलिए हमारा सब बातें, हमारा विषय, हमारा आग्रह, हमारे चिंताएं, ये सब प्रभु का होना चाहिए, स्वर्गीय होना चाहिए, तो ही हमारा आत्मिक उन्नति होगा। നമുക്ക് ഇന്ന് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മൾ ആത്മീയ കാര്യങ്ങളെയാണോ എപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത്? इसलिए हमें एक बात का स्पष्टता, हमें अपने आप को परख कर हमें देखना है, क्या आज हम वास्तव में आत्मा के बारे में ही हम सोच रहे हैं क्या? തിരുവചനം എത്ര വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മുടെ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് പറയണം, എന്ത് പറയരുത്, എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കരുത്, എങ്ങനെ നടക്കണം, എങ്ങനെ നടക്കരുത്, എവിടെ ഇരിക്കണം, എവിടെ ഇരിക്കരുത്, എല്ലാ കാര്യങ്ങളും വ്യക്തമായി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. परमेश्वर का वचन में स्पष्ट रूप में हमको क्या करना है, क्या नहीं करना है, क्या बोलना है, क्या नहीं बोलना है, क्या सोचना है, क्या नहीं सोचना है, किधर बैठना है, किधर नहीं बैठना है, किधर चलना है, किधर नहीं चलना है, ये सब बातें स्पष्ट रीति से वचन में हम देख सकते हैं। ये सब बात का वर्णन वचन में दिया है। പ്രിയമുള്ളവരെ, നമ്മൾ ശരിയായ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടും. इसलिए अगर सही रीति का संगति अगर हम में नहीं है तो फिर हम लोग धोखे में जिएंगे। നമ്മൾ ഇവിടെ ആത്മീയനായത് ആത്മീയ അല്ലെങ്കിൽ വീണ്ടും ജനിച്ചവൻ ആത്മീയമായ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. इसलिए एक सच्ची में नया जन्म पाया हुआ विश्वासी हमेशा आत्मिक बातें वो सोचता है। ഒരു വാക്കുകൂടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. उसी विषय में और एक वाक्य पढ़ना चाहता हूँ। ഫിലിപ്പിയോ 4:8. फिलिपियों 4:8। ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവീൻ. इसलिए हे भाइयों, जो जो बातें सत्य है और जो जो बातें आदरणीय है और जो जो बातें उचित है और जो जो बातें पवित्र है और जो जो बातें सुहावनी है और जो जो बातें मन भावनी है, अतः जो भी सद्गुण और प्रशंसा की बातें उन पर ध्यान लगाया करो। അപ്പോൾ ഇവിടെ അനുഗ്രഹീതമായ 8 കൂട്ടം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, ഇതൊക്കെയാണ് നാം ചിന്തിക്കേണ്ടത്. तो यहाँ पर सब आशीषित 8 प्रकार के बातें बोलने के बाद इसी में मन लगाओ, इसी को ध्यान करो करके कहता है। അപ്പോൾ നമ്മൾ വീണ്ടും ജനിച്ച ഒരു വ്യക്തി എപ്പോഴും ഇങ്ങനെയുള്ള ആത്മീയമായ കാര്യങ്ങളായിരിക്കണം ചിന്തിക്കേണ്ടത്. इसलिए एक नया जन्म पाया हुआ विश्वासी इस तरह के आत्मिक बातों में ही हमेशा मन लगाकर सोचना चाहिए। നമുക്കറിയാം, അനേക വിശ്വാസികളും അവരുടെ ചിന്തകൾ ശരിയല്ലാത്തതുകൊണ്ട് അവർക്ക് ഭയങ്കര തലവേദനയാണ്. കാരണം നമ്മൾ ജഡത്തിലും ജഡികമായ ലോകപരമായ ചിന്തകളിൽ ആയിരിക്കുമ്പോൾ പിശാചിന് നമ്മളെ പല രീതിയിലും നമ്മളെ ടോർച്ചർ ചെയ്യുവാൻ, നമ്മളെ ശല്യപ്പെടുത്താൻ കഴിയും. इसलिए आज हम देखते हैं बहुत सारा विश्वासी है करके बोलते हैं, आत्मिक अवस्था में जीते हैं बोलते हैं, लेकिन उनको सरदर्द बहुत रहता है। क्यों? उन लोगों का सोच विचार हमेशा संसार के बारे में मन लगाते लगाते अवस्था क्या हो गया, शैतान ने उनको कब्जा कर उनको तकलीफ देना, वेदना देने का अवस्था में शैतान ने उनको पकड़ के रखा है। കാരണം ഒടി തിന്നാൻ അവൻ അവകാശം ദൈവം കൊടുത്തിരിക്കുക. क्योंकि प्रभु ने उसको उत्पत्ति का पुस्तक में हम क्या पढ़ते हैं, उसको श्राप देते समय में प्रभु बोला है, आज से तू खाली मिट्टी खाएगा। അപ്പോൾ ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ മനുഷ്യന് മണ്ണുമായി ചേരുമ്പോൾ അവനെ മറ്റവനെ ശല്യപ്പെടുത്താനായിട്ട്, തിന്നാനായിട്ട് അവനെ ഏത് രീതിയിലും ഉപദ്രവിക്കാൻ കഴിയും. तो ये मनुष्य किससे बनाया? मिट्टी से बनाया गया। और सोचने वाला बात भी क्या है, मिट्टी से भूमि का पृथ्वी की बातें। ऐसा मिट्टी के मनुष्य मिट्टी की बातें सोचेंगे तो शैतान के लिए स्वादिष्ट खाना तैयार है, वो उसी में जाकर मन लगाकर खाएगा। എന്നാൽ നമ്മൾ ആത്മീയമായ കാര്യങ്ങളിലായിരിക്കുമ്പോൾ നമ്മൾ തൊടാൻ പറ്റില്ല. लेकिन आत्मिक बातें सोचेगा तो शैतान हमें छू भी नहीं सकता। അപ്പോൾ നിങ്ങൾ ശത്രു നിങ്ങളെ തുടരുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്തിയതോളം എപ്പോഴും ഉയരങ്ങളിലുള്ള കാര്യം മാത്രം ചിന്തിക്കാവൂ. इसलिए अगर शैतान तुम्हें छूना नहीं है, ये बात का आग्रह अगर आप लोग में है तो क्या करना, सिर्फ स्वर्गीय बातों में ही मन लगाना। കാര്യം മനസ്സിലായല്ലോ, कार्य समझ गया करके मैं विश्वास करता എന്തുകൊണ്ട് हूं। തലവേദന എന്ന് മനസ്സിലായോ? सरदर्द क्यों है आप समझ गए ना? എന്തുകൊണ്ട് നിരാശ എന്ന് മനസ്സിലായോ? आप लोग में निराशा क्यों है आप समझ गए ना? നിങ്ങള് ആ ഉയരങ്ങളിലെ ചിന്തയിൽ നിന്ന് മാറി മറ്റ് ഭൗതികമായിരിക്കുന്ന ലോകപരമായ ചിന്തകളിലേക്ക് പോയതുകൊണ്ട് ശത്രു നിങ്ങളെ വഞ്ചിക്കുകയാണ്. ആ വഞ്ചനയുടെ ആത്മാവിനെ പ്രവർത്തിക്കാൻ നിങ്ങൾ അവസരം കൊടുത്തു. क्योंकि जो स्वर्गीय बातों में सोचना चाहिए था, उस स्तर से हम लोग हटकर भूमि के बातों में सोचने की वजह से शत्रु को हमने मौका दिया हमें तकलीफ देने के लिए। ഒരുപാട് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് മുമ്പോട്ട് ഓടുക. ज्यादा
ज्यादा वर्णन करने के लिए समय नहीं है, इसलिए आगे बढ़ रहा हूँ। അപ്പോൾ നാലാമത്തെ കാര്യം, चौथी बात हम देखते हैं, ഒരു യഥാർത്ഥ വീണ്ടും ജനിച്ച വ്യക്തി നീതി പ്രവർത്തിക്കും. एक सच्चा नया जन्म पाया विश्वासी धर्मी कार्य करेगा। നമ്മൾ 1 യോഹന്നാൻ 2:29 വായിക്കുമ്പോൾ, पहला यूहन्ना 2:29, അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവൻ ഒക്കെയും അവനിൽ നിന്നും ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. यदि तुम जानते हो कि वह धर्मी है तो यह भी जानते हो कि जो कोई धर्म का काम करता है वह उससे जन्मा है। അപ്പോൾ നീതി ചെയ്യുന്നവൻ, നമ്മൾ എന്ത് ചെയ്യണം? നീതി ചെയ്യണം. तो हम लोग यहाँ पर धार्मिकता का कार्य करना है, നമുക്കറിയാം, कार्य करना है। നമ്മള് ദൈവമക്കളാണെന്ന് പറഞ്ഞിട്ടും നമ്മൾ ചെയ്യുന്നത് നീതി അല്ലെങ്കിൽ നമ്മൾ ദൈവമക്കളായിരിക്കും. तो अगर हम लोग परमेश्वर के बच्चे करके बोलते हैं और धार्मिकता कार्य नहीं है तो फिर हम लोग अभी तक परमेश्वर के बच्चे है नहीं। നമ്മൾ ആരുടെ മക്കളാണെന്ന് തിരിച്ചറിയുന്നതും വചനത്തിലൂടെയാണ്. हम लोग किसके बच्चे हैं ये बात भी जानकारी हमें कहाँ से साबित कर सकते हैं? वचन के द्वारा। നമ്മൾ അതേ 1 യോഹന്നാൻ 3:10 വായിക്കാം. पहला यूहन्ना 3:10 पढ़ेंगे। ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു, നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. इसी से परमेश्वर की संतान और शैतान की संतान जाने जाते हैं। जो कोई धर्म के काम नहीं करता वह परमेश्वर से नहीं, और न वह जो अपने भाई से प्रेम नहीं रखता। അപ്പോൾ നോക്കണം, അവിടെ നീതി പ്രവർത്തിക്കാത്തവൻ ആരും. അപ്പൊ അവിടെ നീതി പ്രവർത്തിക്കാന്ന് പറയുമ്പോൾ അവിടെ എടുത്തു പറയാണ് സഹോദരനെ സ്നേഹിക്കാത്തവൻ. तो उसमें धार्मिकता का कार्य जो नहीं करता वो उठाकर वो कहा है, तो धार्मिकता कार्य उसमें से एक कार्य क्या है? अपने भाई से प्रेम नहीं करता। നോക്കണേ, അങ്ങനെ സഹോദരനെ സ്നേഹിക്കുന്നുമില്ല, ഭയങ്കര നീതിമാനാണെന്നാ പറയുന്നത്, പക്ഷേ അവൻ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവനല്ല. तो ये व्यक्ति क्या बोल रहा है? मैं बहुत बड़ा धर्मी हूँ करके बोलकर, धार्मिकता कार्य है करके बोलकर चलता है, लेकिन अपने भाइयों से प्रेम करने का उसका अवस्था नहीं है, वो धोखे में जी रहा है, वो नया जन्म ही नहीं पाया है। അയ്യോ, യഥാർത്ഥ വീണ്ടും ജനിക്കവൻ ഒരിക്കലും അശുദ്ധിയിലേക്ക്, അനീതിയിലേക്ക് പോകുന്നില്ല. इसलिए एक नया जन्म पाया हुआ विश्वासी कभी भी अशुद्ध बात या अधर्म की बातों पे नहीं जाता। അതിന്റെ 3:9 എന്താ വായിക്കുന്നേ? उसका 3:9 में हम क्या पढ़ते हैं? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയുമില്ല. जो कोई परमेश्वर से जन्मा है वो पाप नहीं करता, क्योंकि उसका बीज उसमें बना रहता है, और वह पाप कर ही नहीं सकता क्योंकि परमेश्वर से जन्मा है। അപ്പോൾ ഇവിടെ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം, നമ്മളിൽ പാപം വരാം, എന്നാൽ അവൻ പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നില്ല. हाँ, तो यहाँ पर इस विषय को मैंने बहुत बार आप लोगों से ये कहा है। इसमें हम देखते हैं कि एक विश्वासी के अंदर गलतियां हो सकता है, कमजोरी की वजह से वो पाप में गिर सकता है, लेकिन वो पाप में बने रह नहीं सकता। നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാപത്തിൽ വീഴാതെ സൂക്ഷിക്കുവാനുള്ള ഒരു കടപ്പാട് നമുക്കുണ്ട്. इसलिए प्रिय, हम लोग अपने आप को पाप में ना गिरने के लिए अपने आप को संभाले रहने का जिम्मेदारी हमें है। നിശ്ചയമായും പാപം നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ये तो बात तो सच है कि पाप से भरा हुआ दुनिया में हम जी रहे हैं। മാത്രമല്ല, ഈ ലോകത്തിന്റെ ദൈവം എന്ന് വിളിക്കുന്ന പിശാച് അവൻ എങ്ങനെയെങ്കിലും വിശുദ്ധന്മാരെ പാപം ചെയ്യിക്കുവാൻ പ്രേരണ കൊടുക്കുന്നവനാണ്. और यहाँ तक कि ये जो इस दुनिया का जो ईश्वर है, जो शैतान, वो क्या करता है? सभी विश्वासियों को किस तरह पाप में गिराओ या पाप का विचार लाओ, ये सब बातों का प्रेरणा लोगों के मन में लाता है। കാരണം അവനെ ചതിവിലൂടെയാണ് മനുഷ്യനെ വഞ്ചിക്കുന്നത്. क्योंकि वो हमेशा धोखा देकर लोगों को गिराने के लिए अपना चतुरा इस्तेमाल करके गिराने का कोशिश करता है। എന്നാൽ ദൈവമക്കളെന്ന നിലയിൽ നമുക്ക് ഒരു കർത്തവ്യം, ഒരു കടപ്പാടുണ്ട്. लेकिन हम क्योंकि परमेश्वर के बच्चे हैं, इसके लिए जिम्मेदारी हमें है। നമ്മൾ അതേ 1 യോഹന്നാൻ 5:18 വായിക്കുന്നു. पहला यूहन्ना 5:18 में हम पढ़ते हैं, ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു, ദൈവത്തിൽ നിന്നും ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, दुष्टन അവനെ തൊടുന്നതുമില്ല. हम जानते हैं कि जो कोई परमेश्वर से उत्पन्न हुआ है वह पाप नहीं करता, पर जो परमेश्वर से उत्पन्न हुआ उसे वह बचाए रखता है और वह दुष्ट उसे छूने नहीं पाता। അപ്പോൾ ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല, और दुष्ट उसे छूता भी नहीं है। നമ്മളെ തന്നെ നിർമ്മലരായി സൂക്ഷിക്കാനുള്ള കടപ്പാടുണ്ട്. इसलिए हम अपने आप को निर्मल रीति में, शुद्ध रीति में संभाले रखने का जिम्मेदारी हमें है। അതൊന്നുകൂടെ മനസ്സിലാക്കാൻ ഞാൻ ഒരു വാക്യം വായിക്കും. वो बातों को समझने के लिए और एक वाक्य मैं लेता हूँ। 1 തിമോത്തി 5:22. पहला तिमोथी 5:22। ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതെല്ലാം തിരുവചനത്തിലൂടെ മാത്രമാണ്, വചനത്തിന് പുറത്തു പോകുന്നില്ല. കാരണം ഈ വചനമാണ് ആത്മാവും ജീവനും. मैं जो भी बातें आपको बता रहा हूँ वो सब वचन का आधार पर है, बताना चाहता हूँ, क्योंकि वचन ही है आत्मा और जीवन और सत्य की रीति में। 1 തിമോത്തി 5:22. पहला तिमोथी 5:22। किसी पर शीघ्र हाथ न रखना और दूसरों के पापों में भागी न होना,
अपने आप को पवित्र बनाए रख। ആണോ? അപ്പോൾ നിന്നെ തന്നെ നിർമ്മലനായി നീ കാത്തുകൊള്ളണം. अपने आप को पवित्र बनाए रख। അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ നിർമ്മലനായി കാക്കുവാനുള്ള ഒരു വലിയ കടപ്പാട് നമുക്കുണ്ട്. इसलिए अपने आप को पवित्र बनाए रखने का एक बहुत बड़ा जिम्मेदारी हम में है। അപ്പോൾ നമ്മൾ കർത്താവിനുള്ളവരായി തീർന്നിരിക്കുന്നുവെങ്കിൽ यदि हम प्रभु के हो चुके हैं तो ഈ ഒരു ദൗത്യം നമ്മൾ പൂർണ്ണ ഗൗരവത്തിൽ നിവർത്തിക്കണം. ये एक बात जो प्रभु ने हमको बोला है, ये पूर्ण रीति से पूर्ण हृदय से हमें करना है। ഒന്നുകൂടെ ഗഹനമായി മനസ്സിലാക്കാൻ ഒരു വാക്യം വായിപ്പിക്കാം. और एक वाक्य हम पढ़ेंगे गहराई से समझने के लिए। 2 തിമോത്തി 2:19. दूसरा तिमोथी 2:19। ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവൻ എല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നുമാകുന്നു അതിന്റെ മുദ്ര. വളരെ വിശാലമായ അനുകരിക്കപ്പെട്ട വാക്യമാണ്. तो भी परमेश्वर की पक्की नींव बनी रहती है और उस पर यह छाप लगी है, प्रभु अपनों को पहचानता है और जो कोई प्रभु का नाम लेता है वह अधर्म से बचा रहे। जो कोई प्रभु का नाम लेता है वो अधर्म से बचे रहे। അപ്പോൾ നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കണം. इसलिए हमें एकदम गंभीर रीति से बात समझना है। ഞാൻ കർത്താവിനുള്ളവനാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, मैं अगर प्रभु का हूँ, ये बात का पक्का भरोसा अगर मुझ में है तो അവൻ അനീതി വിട്ട് അകന്നുകൊള്ളും. वो अधर्म की बातों से दूर रहेगा। അതാണ് അവന്റെ മേലുള്ള മുദ്ര. वही है उसके ऊपर का छाप। ഓ, എത്ര വിശേഷപ്പെട്ട കാര്യമല്ലേ? कितना खास बात है ना प्रियो। നമ്മൾ വാസ്തവത്തിൽ എത്ര ഭാഗ്യവാന്മാരാണ്. हम लोग वास्तव में कितना भाग्यशाली लोग हैं। തിരുവചനം പറയുന്നത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. परमेश्वर का वचन जो भी कहता है सब आशीष की बातें हैं। ഓക്കെ, ഈ അഞ്ചാമത്തെ കാര്യം भाई 5वां बात मैं कहना चाहता हूँ। ഞാൻ ഇച്ചിരി വേഗം പോകണം. मैं थोड़ा जल्दी जाना चाहता हूँ। അഞ്ചാമത്തെ കാര്യം, യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചൊരു വ്യക്തി അവൻ ലോകത്തെയും ജയിക്കുന്നു. हाँ, जो नया जन्म पाया और विश्वासी वो क्या करता है, वो संसार से विजय पाता है। 1 യോഹന്നാൻ 5-ാം 4-5 വാക്യം. पहला यूहन्ना 5वां अध्याय उसका 4 और 5। क्योंकि जो कुछ परमेश्वर से उत्पन्न हुआ है वह संसार पर जय प्राप्त करता है और वह विजय जिससे संसार पर जय प्राप्त होती है हमारा विश्वास है। संसार पर जय पाने वाला कौन है? केवल वह जिसका यह विश्वास है कि यीशु परमेश्वर का पुत्र है। ഓ, എത്ര അനുഗ്രഹിക്കട്ടെ വാക്യം. कितना आशीषित वाक्य है ये। മക്കളെ, വീണ്ടും ജനിച്ച എല്ലാവരും വിജയികളായി തന്നെ തീരണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ്. അങ്ങനെ ദൈവം ആക്കി തീർക്കാനും ആഗ്രഹിക്കുന്നു. मैं तो ये नया जन्म पाया विश्वासी लोग सब लोग संसार पर विजय पाए, ये प्रभु का इच्छा है और प्रभु इसी में ही सब कार्य करता है। നമ്മൾ ജയാളികളായി മാറണം. हम लोग विजयशाली बने। ഇവിടെ വായിക്കുന്നുണ്ടോ, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ഈ ലോകത്തെ ജയിക്കുന്നു. जो कोई परमेश्वर से जन्मा है वो संसार से जीता है। ആ ലോകത്ത് ജയിക്കുന്ന ജയം എങ്ങനെയാണ്? അത് നമുക്ക് കർത്താവിലുള്ള വിശ്വാസമാണ്. और वो संसार पर विजय पाने का वो जो विजय क्या है वो है हमारा विश्वास। അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനല്ലാതെ ആർക്കാണ് ലോകത്തെ ജയിക്കാൻ കഴിയുക? और जो कोई यीशु मसीह पर विश्वास करता है उसके अलावा और कौन है दुनिया में जो संसार पर विजय पा सकता है? എന്തുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കുന്നവൻ ജയാളിയാവുന്നു? वैसा क्यों है कि जो प्रभु यीशु मसीह पर विश्वास करने पर वो विजयी बनता है? കാരണം കർത്താവിന് ലഭിച്ച വിജയമാണ് നമുക്ക് ലഭിക്കുന്നത്. क्योंकि जो विजय प्रभु को मिला है वो विजय हमको मिलता है അത് കർത്താവ് നമുക്ക് തരികയാ. और वो प्रभु हमको दे रहा है। നമ്മളതല്ലേ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ വായിക്കുന്നത്. യോഹന്നാൻ का सुसमाचार 16 का 33 में हम पढ़ते हैं। അതിന്റെ ലാസ്റ്റ് പാർട്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. संसार में तुम्हें क्लेश होता है परंतु ढाढ़स बांधो, मैंने संसार को जीत लिया है। അപ്പോൾ ഞാൻ ലോകത്തെ ജയിച്ചു. तो मैं संसार को जीत चुका हूँ। അപ്പോൾ ലോകത്തെ ജയിച്ച ജയാളിയായ കർത്താവാണ് നമ്മളിൽ ഉള്ളത്. हमें तो जो संसार से विजय पाया हुआ एक विजयशाली प्रभु है हमारे अंदर जी रहा है। അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ലോകം നമ്മളിലേക്ക് കയറാതെ നമ്മൾ സൂക്ഷിക്കണം. लेकिन हमें कोई भी कारण के वश संसार हमें प्रवेश कर अधिकार जमाए, ये बात हमें अनुमति नहीं देना है। നമ്മൾ ലോകത്തിൽ വസിക്കുന്നെങ്കിലും ലോകം നമ്മളിലാകാൻ പാടില്ല. हम भले ही संसार में जी रहे हैं लेकिन संसार हमारे अंदर कब्जा नहीं करना चाहिए। നമുക്കറിയാലോ, ബോട്ട് വെള്ളത്തിൽ കിടക്കുന്നു, വെള്ളം ബോട്ടിലായാൽ ബോട്ട് മുങ്ങിയത് തന്നെ. हम देखते हैं कि जहाज जो है वो पानी में रहता है लेकिन पानी जहाज में आ गया तो जहाज डूब जाएगा। അപ്പോൾ ലോകം നമ്മളിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ തകർക്കപ്പെടും. तो इसलिए अगर संसार अगर हमारे अंदर प्रवेश कर दिया तो हम लोग नाश हो जाएंगे। അപ്പോൾ ലോകം എന്നെ ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയണം. तो इसके लिए संसार मुझ में नहीं है ये बात का अवसर बोलने का गवाही हमें होना चाहिए। അതല്ലേ കർത്താവ് നമുക്ക് കാണിച്ചു തന്നെ. यही बात तो प्रभु हमें बताया था ना। നമ്മള് യോഹന്നാൻ 14:30 വായിക്കുമ്പോൾ यूहन्ना 14 का 30 में हम पढ़ते हैं, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞാൽ അവന്റെ വകയൊന്നും എന്റെ അടുത്ത് ഇല്ലെന്ന്. पढ़े, मैं अब तुम्हारे साथ और बहुत बातें न करूंगा क्योंकि संसार का सरदार आता है
मुझ पर उसका कोई अधिकार नहीं। और मुझ पर उसका कोई अधिकार नहीं है। ऐसे क्यों प्रभु कह रहे हैं? क्योंकि वो संसार का कोई भी बात है प्रभु में नहीं है। इसके लिए എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണെന്നറിയാമോ? कितना आशीषित बात है ना ये प्रियो। പ്രിയമുള്ളവരെ, അല്ലേലൂയ, ശത്രു അവകാശം പറയുന്നതൊന്നും നമ്മുടെ പക്കൽ ഉണ്ടാകാൻ പാടില്ല. इसलिए संसार शत्रु जो भी बात का अधिकार हमारे ऊपर जताने वाला कुछ भी बातें हमारे अंदर नहीं होना चाहिए। നമ്മൾ വളരെ സൂക്ഷിക്കുക. हमें ये बात में संभालना है। ദൈവത്തിൽ നിന്നും പ്രാപിച്ചതും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതും അല്ലാതെ മറ്റൊരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകാൻ പാടില്ല. प्रभु से पाया हुआ बात और प्रभु से और से जो मिला हुआ बात के अलावा और कोई भी बात पर हमें आनंद नहीं उठाना है। हमारे भवन में ऐसा कुछ भी बातें रहना नहीं चाहिए। നമ്മൾ വളരെ സൂക്ഷിക്കണം. हमें बहुत संभालना है। വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് എല്ലാവരും മുമ്പോട്ട് പോവാം. मैं इसका वर्णन करने के लिए समय नहीं, इसलिए मैं आगे बढ़ता हूँ। ആറാമത്തെ കാര്യം, വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അവനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും, അല്ലെങ്കിൽ അവന് തെളിവെന്താണ്? छठवां बात हम देखते हैं, जो एक नया जन्म पाया हुआ विश्वासी के अंदर क्या एक सबूत है, क्या अनुभव है, वो हम देखते हैं। 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. पहला यूहन्ना 4:7। हे प्रियो, हम आपस में प्रेम रखें, क्योंकि प्रेम परमेश्वर से है। जो कोई प्रेम करता है वह परमेश्वर से जन्मा है और परमेश्वर को जानता है। അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. तो जो परमेश्वर से जन्मा हुआ व्यक्ति वो भाई आपस में प्रेम करना बना रह नहीं सकता, प्रेम करते रहेगा। ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിൽ നിന്നും ജനിച്ചവനെല്ലാം പരസ്പരം സ്നേഹിക്കും. पर परमेश्वर का वचन क्या कहता है? जो परमेश्वर से जन्मा है वो आपस में प्रेम करता है। അങ്ങനെ സ്നേഹിക്കാതിരുന്നുകൊണ്ട് നമുക്കറിയാം, അനേക ഭാര്യാഭർത്താക്കന്മാർ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയിട്ട് ആഴ്ചകളായി. तो इसके लिए प्रेम का अनुभव में बना रहना। आज हम देखते हैं पारिवारिक जिंदगी में पति पत्नियों में एक दूसरे से बात करते हुए बात ना कर हफ्ते भर वो लोग जीते हैं। എന്നാല് കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ കർത്തമേശ എടുക്കും, അങ്ങോട്ട് പോകുമ്പോൾ പോലും പരസ്പരം മിണ്ടിയല്ല. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട് പ്രിയമുള്ളവരെ. लेकिन संगति में आते हैं वो लोग, प्रभु मेज भी लेते हैं, साथ में वो लोग जा तो रहे लेकिन तभी भी वो लोग बात नहीं करता। इस तरह गलत रीति से वो लोग मेज लेकर चले जाते हैं। इस तरह धोखा ही देने वाला जीवन कितना लोग जीते हैं। പ്രിയമുള്ളവരെ, അതെല്ലാം കപടഭക്തിയുടെ ഓരോ മാതൃകകളാണ്. ये सब प्रियो कपटी का स्वभाव है, कपट का भक्ति का अवस्था है। ये प्रियो നാം വളരെ സൂക്ഷിക്കുക. हमें अपने आप को संभालना है। നമ്മൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ നമുക്ക് പരസ്പരം സ്നേഹിക്കാതിരിക്കാൻ കഴിയും. अगर हम लोग नया जन्म पाए हैं तो आपस में हम प्रेम करते रहेंगे। അതേ 1 യോഹന്നാൻ 3:14 വായിക്കുമ്പോൾ, उसी पहला यूहन्ना 3:14 നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം, സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. पढ़े। हम जानते हैं कि हम मृत्यु से पार होकर जीवन में पहुंचे हैं, क्योंकि हम भाइयों से प्रेम रखते हैं। जो प्रेम नहीं रखता वह मृत्यु की दशा में रहता है। അപ്പോൾ നമ്മൾ ചിന്തിക്കുക, സ്നേഹിക്കാത്ത ഒരുവൻ ഇപ്പോഴും മരണത്തിലാണ് വസിക്കുന്നത് ദൈവം പറയുന്നത്. परमेश्वर का वचन क्या कहता है? जो अभी प्रेम नहीं करता वो अभी भी मृत्यु का अवस्था में है। മാത്രമല്ല, നമുക്ക് സഹോദരന്മാരെ പഴിക്കുവാനായിട്ട് നമുക്ക് കഴിയില്ല. यहाँ हम लोग जब मसीह में रहेंगे तो भाइयों को नफरत करने का अवस्था हमारे अंदर नहीं रहता। അതിന്റെ 15-ാം വാക്യം വായിക്കുന്നത്, സഹോദരനെ പഴിക്കുന്നവനെല്ലാം കുലപാതകനാകുന്നു, യാതൊരു കുലപാതകനും നിത്യജീവനുള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നാം നിങ്ങൾ അറിയുന്നു. उसका 15 वाक्य पढ़ेंगे। जो कोई अपने भाई से बैर रखता है वह हत्यारा है, और तुम जानते हो कि किसी हत्यारे में अनंत जीवन नहीं रहता। പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കലും നമ്മളെ തന്നെ വഞ്ചിക്കരുതേ. इसलिए प्रियो कभी भी अपने आप को धोखा ना दो। നമുക്ക് സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? क्या हमें आपस में भाइयों से प्रेम करने हो पा रहा है क्या? അതോ നമ്മൾ പകയും വിദ്വേഷം വെച്ചുകൊണ്ട് ജീവിക്കുകയാണോ? या फिर अभी भी गुस्सा और ईर्ष्या और द्वेष ये बातें रखकर हम जी रहे हैं? വീണ്ടും ജനിച്ചവൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. नया जन्म पाया हुआ विश्वासी कभी ऐसा कर नहीं सकता। ഒരു വാക്കൂടെ ഞാൻ വാക്യം 1 യോഹന്നാൻ 4:20. एक और वाक्य पहला यूहन्ना 4:20। ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്തവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കിൽ നിന്നും ലഭിച്ചിരിക്കുന്നു. यदि कोई कहे मैं परमेश्वर से प्रेम रखता हूँ और अपने भाई से बैर रखे तो वो झूठा है, क्योंकि जो अपने भाई से जिसे उसने देखा है प्रेम नहीं रखता तो वह परमेश्वर से भी जिसे उसने नहीं देखा प्रेम नहीं रख सकता। അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് പരസ്പര സ്നേഹം കൂടാതെ ഒരിക്കലും ദൈവമക്കളാണെന്ന് നമുക്ക് നമ്മളെ തന്നെ വെളിപ്പെടുത്താൻ കഴിയില്ല. तो इसलिए आपस में प्रेम अगर हम लोग नहीं कर पाए तो हम परमेश्वर के प्रभु के बच्चे हैं करके ये बात हम साबित नहीं कर पाएंगे। മാത്രമല്ല, ആ സ്നേഹം പോലും കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓരോ വിശ്വാസിയും എങ്ങനെ സ്നേഹിക്കണം, അത് കർത്താവിന്റെ കൽപ്പനയാണ്. യോഹന്നാൻ 13:34-35 വളരെ ഗൗരവമുള്ള ഒരു യഥാർത്ഥ ക്രിസ്തു വിശ്വാസി ശിഷ്യൻ അവന്റെ ജീവിതത്തിൽ കാണപ്പെടേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് സ്നേഹം.
और यूहन्ना का सुसमाचार उसका 13 अध्याय 34-35 में प्रभु वहां पर किस रीति से हमें प्रेम करना है, वहां पर हमें एकदम ध्यानपूर्वक बातें जो सबसे बहुत ही प्रभु के चेलों में बात दिखना चाहिए वो बात हम वहां पर देखते हैं। मैं तुम्हें एक नई आज्ञा देता हूँ कि एक दूसरे से प्रेम रखो। जैसे मैंने तुमसे प्रेम रखा है वैसे ही तुम भी एक दूसरे से प्रेम रखो। यदि आपस में प्रेम रखोगे तो इसी से सब जानेंगे कि तुम मेरे चेले हो। എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. कितना आशीषित बात है ना। ഞാൻ പ്രിയമുള്ളവരെ ഓർപ്പിക്കട്ടെ, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. तो वो मैं तुमको एक नया आज्ञा देता हूँ और मैं तुमसे कहता हूँ कि तुम लोग एक दूसरे से प्रेम रखो, जैसा मैंने तुमसे प्रेम किया है वैसा तुम भी एक दूसरे से प्रेम करना। അപ്പൊ നമ്മള് കർത്താവിന്റെ സ്നേഹിതന്മാരായിരുന്നില്ല. तो हम लोग कभी भी प्रभु के दोस्त नहीं थे। നമ്മൾ ആരായിരുന്നു? हम लोग कौन थे? നമ്മൾ ദൈവത്തിന്റെ हम ശത്രുക്കളായിരുന്നു. लोग प्रभु के शत्रु थे। നമ്മൾ പാപികളായിരുന്നു. हम लोग पापी थे। നമ്മുടെ എല്ലാ നിലയിലും ശിക്ഷായോഗ്യരായിരുന്നു. हम लोग सब अवस्थाओं में दंड के योग्य लोग थे, നമ്മുടെ ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു. क्योंकि हम लोग प्रभु के शत्रु थे। അങ്ങനെയുള്ള അവസ്ഥയിലാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. ऐसे अवस्था में, ऐसा परिस्थिति में हम जीते समय में प्रभु हमसे प्रेम कर कर हमारे लिए बलिदान के रूप में अर्पण हुआ। ആ സ്നേഹമാണ് കർത്താവ് വീണ്ടും ജനിച്ചവരിലേക്ക് പകർന്നിരിക്കുന്നത്. आमीन। वही प्रेम है प्रभु ने नया जन्म पाए हुए लोगों में उड़ेला है। നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെ കഴിവിലല്ല, हम लोग प्रेम कर रहे हैं हमारा काबिलियता की वजह से नहीं, നമുക്ക് ലഭിച്ച ആത്മാവിലൂടെയാണ്. बल्कि हमें मिला हुआ आत्मा के द्वारा है। നമുക്കറിയാം, റോമർ 5:5 വായിക്കുന്നത് ദൈവം നമുക്ക് തന്ന പരിശുദ്ധാത്മാവിലൂടെ തന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നു എന്നാണ്. रोमियो 5:5 में हम देखते हैं कि प्रभु ने जो अपना आत्मा हमको दिया है उसके द्वारा वो प्रेम को हमारे अंदर उड़ेला गया है। ആ സ്നേഹത്തിലാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. वो प्रेम से हमें प्रेम करना है, നമ്മുടെ ഒരു പരിശ്രമ ഫലമല്ല, हमारा कोई मेहनत का फल नहीं है ये। അപ്പോൾ അങ്ങനെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ തിരുവചനം പറയുകയാണ്, നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. अगर इस रीति से तुम लोग आपस में प्रेम रखोगे तो सब जानोगे कि तुम मेरे चेले हैं, എല്ലാവരും അറിയാനിടയായിരിക്കും. सब लोग को जानने मिलेगा। ഇനി അവസാന കാര്യം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിർത്താം. और आखिरी बात भी बताना चाहता हूँ, 7ാമത്തെ കാര്യം, 7वां पॉइंट है, ഒരു യഥാർത്ഥ ആത്മാവിനെ പ്രാപിച്ച വീണ്ടും ജനിച്ച ഒരു വ്യക്തി വീണ്ടും ജീവിക്കേണ്ടത് ആത്മാവിനെ അനുസരിച്ചാണ്. एक सच्चा नया जन्म पाया हुआ विश्वासी, आत्मा के द्वारा नया जन्म पाया हुआ विश्वासी, वो आत्मा के आज्ञा के अनुसार वो जीना चाहिए। നമുക്കറിയാം, റോമാലേഖനം 8:14 വാക്യം, रोमियो 8:14 हम जानते हैं, ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ ഏവരും ദൈവമക്കളാവുന്നു. पढ़ेंगे। इसलिए कि जितने लोग परमेश्वर के आत्मा के चलाए चलते हैं वे ही परमेश्वर के पुत्र हैं। നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, നമ്മുടെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാൻ കടപ്പെട്ടവരാണ്. इसलिए हम लोग आत्मा को प्राप्त किया है करके उतना बोलना काफी नहीं है, उस आत्मा को मानकर चलना भी हम लोग जिम्मेदार है। ഇത് നമുക്ക് എത്രമാത്രം ഈ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നു? आज हम लोग कितना हम लोग ये आत्मा को मानकर चलने के लिए हो पा रहे हैं? വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, വീണ്ടും ജനിച്ച എല്ലാവരും ബുദ്ധിക്കനുസരിച്ച് ജീവിക്കാനല്ല, അവർക്ക് നല്ലത് തോന്നുന്ന വഴിയെ ജീവിക്കാനല്ല, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. क्योंकि वचन स्पष्ट रीति से कहता है कि जो नया जन्म पाया विश्वासी अपना मन के अनुसार नहीं, या जो बातें भली बातें हैं चलो अपना खुशी से हम लोग भला बातें करें, ऐसा नहीं, आत्मा के अनुसार हमें जीना है। ഇവിടെ ഇന്ന് നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? इसलिए हे प्रियो, आज हमें आत्मा के आज्ञा के अनुसार जीने के लिए हमें हो पा रहा है क्या? നിങ്ങൾ ആത്മാവിനെ അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അനുസരിക്കുന്നത് ജഡത്തെയാണ്. तो अगर आत्मा को अगर हमें सुनने और मानने नहीं हो पा रहा है तो फिर हम लोग शरीर का बात मान रहे हैं। നമുക്കറിയാം, ഗലാത്യലേഖനം 5-ാം അധ്യായം 16-17 വാക്യം വായിക്കുമ്പോൾ गलातियों का पुस्तक 5 का उसका 16 और 17 जब हम पढ़ते हैं, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. आत्मा के अनुसार चलो तो तुम शरीर की लालसा किसी रीति से पूरी न करोगे, क्योंकि शरीर आत्मा के विरोध में और आत्मा शरीर के विरोध में लालसा करता है, और ये एक दूसरे के विरोधी है, इसलिए कि जो तुम करना चाहते हो वह न करने पाओ. അപ്പോൾ നമ്മൾ ആത്മാവിനെ പ്രാപിച്ചിട്ടും ഇന്ന് നമ്മൾ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ ജീവിക്കുന്നത് ജഡത്തെ അനുസരിച്ചാ. ജഡം ഒരിക്കലും ദൈവാത്മാവിനെ അനുസരിക്കാൻ നമ്മളെ സമ്മതിക്കില്ല. तो इसलिए आत्मा के अनुसार हम लोग नया जन्म पाया है करके बोलते हैं, और आत्मा के अनुसार अगर यदि हमें आत्मा के अनुसार नहीं चल रहा है तो हम लोग शरीर के अनुसार चल रहे हैं। क्योंकि शरीर क्या करता है, वो आत्मा का बैरी है, वो हमें आत्मा के अनुसार चलने देगा नहीं। ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം നിങ്ങൾ രാവിലെ ആത്മാവ്
പറഞ്ഞു കാണും, രാവിലെ എഴുന്നേറ്റ് മോനെ സമയമായിട്ട് നീ എൻ്റെ സന്നിധി വരാനൊക്കെ ആത്മാവ് പറഞ്ഞ് നമ്മൾ ഉണർത്തി കാണും. നമ്മൾ എഴുന്നേറ്റോ? आज सुबह सवेरे सवेरे आत्मा ने आपको बोला होगा, चलो बेटा उठो, आओ मेरे उपस्थिति में आओ, चलो थोड़ा वचन मनन करो। आत्मा के बोला उठो उठो करके, लेकिन हमने उनका बात सुना क्या? ഞാൻ ഒരു കാര്യം നിങ്ങൾ പറയാം. मैं आप लोगों को एक बात कह रहा हूँ, അനുഭവം मैं मेरे जीवन का अनुभव कह रहा हूँ। ഇന്ന് രാവിലെ 2 മണിക്ക് എന്നെ ദൈവാത്മാ ഉണർത്തി. आज प्रभु का आत्मा ने मुझे सुबह 2 बजे उठाया। ഞാൻ നോക്കിയപ്പോ 2 മണി ആയുള്ളൂ, ഇത്രയും നേരത്തെ വേണ്ട, 3 മണിക്ക് ഞാൻ സാറിന് എഴുന്നേക്കുന്നത്, 3 മണിക്ക് വരാം. അപ്പോൾ ദൈവാത്മാവിനെ പറഞ്ഞില്ല, നീ എന്റെ സന്നിധി വരിക. तो मैं प्रभु को बोलने लगा, हे प्रभु अभी तो 2 ही बजा है प्रभु, 3 बजे तो मैं साधारण उठता हूँ, 3 बजे को तो ऐसा नहीं प्रभु, मैं थोड़ा देर सोता हूँ करके बोला। तो प्रभु का आत्मा बोला, नहीं अभी तुझे मेरे उपस्थिति में आना है। ഞാൻ उടനെ ആത്മാവിനെ അനുസരിച്ചു. मैं तुरंत आत्मा का बात माना। ജഡം പറയുന്നത് നീ കുറച്ചുകൂടെ ഉറങ്ങിക്കോളാൻ. शरीर ने क्या बोला, अरे थोड़ी देर सो जा। അതിന്റെ അങ്ങനെ ഉറങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ 3 മണിക്ക് ഇവിടെ ഉണ്ടായേക്കാം. तो अगर मैंने वो शरीर का बात सुन लिया होता तो शायद 3 बजे को मैं उठने को हो नहीं पाता, वो पुकार नहीं मिलता था। പിന്നെ കർത്താവ് വിളിക്കുക, फिर प्रभु नहीं बुलाएगा। കാരണം നിനക്ക് നിന്നെ വിളിച്ച് ഉണർത്തിയിട്ട് നീ കിടക്കുന്നില്ല, പിന്നെ നിന്റെ ഇഷ്ടമാണ്, നീ ഉറങ്ങിക്കണം പറയും. तो क्योंकि मैंने एक बार तुझे पुकारा और तूने सुना नहीं, अब तू मेरा बात नहीं मान रहा, चलो अब तेरा मर्जी से जाने दो। പ്രിയമുള്ളവരെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഉണർത്തുമ്പോൾ നമ്മൾ ഉണരണം. നമ്മൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ആളുകൾ കേൾക്കണം, അതിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. इसलिए प्रिय, जब प्रभु का आत्मा आकर हमें उठाता है तो हमें उठना है। वो हमें क्या विषय हमसे बात करना चाहता है, वो बातें सुनकर हम उस वचन में मनन करते हुए हमें दिन में जीना है। നമ്മളത് ഗലാത്യർ 5:25 വായിക്കുന്നു, ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. गलातियों का पुस्तक 5:25 पढ़ेंगे। यदि हम आत्मा के द्वारा जीवित है तो आत्मा के अनुसार चले भी। അപ്പോൾ ഞാൻ ഇനി അധികം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. मैं ज्यादा वर्णन करना मैं नहीं चाहता। ഒരു കാര്യം ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, एक बात मैं बताना चाहता हूँ प्रिय, യഥാർത്ഥമായും വീണ്ടും ജനിച്ച ഒരു വ്യക്തി, जो सच्चा नया जन्म पाया हुआ विश्वासी, നമ്മൾ ഒരിക്കലും നമ്മളെ തന്നെ ബുദ്ധിമാന്മാരെ എണ്ണരുത്. हम अपने आप को कभी भी बुद्धिमान ना समझे। കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം ഉണ്ടായിരിക്കണം. प्रभु को हमारे जीवन में प्रभुत्व होना जरूरी है। ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിക്കാൻ നമ്മൾ പഠിക്കണം. प्रभु के आत्मा का अधीन होकर आज्ञा का पालन करना हमें सीखना है। ഈ ആത്മാവിനാൽ നടത്തപ്പെടുന്ന അനുഭവം നമുക്ക് ഓരോ ദിവസം ഉണ്ടായിരിക്കണം. ये आत्मा के नियंत्रण के अनुसार चलकर जीने का अनुभव हमारे अंदर होना चाहिए। അപ്പോൾ ഞാനിവിടെ 7 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. मैंने 7 बातें मैंने बताया। വീണ്ടും ജനിച്ചതിന്റെ വ്യക്തമായ തെളിവുകളായി കാണേണ്ട കാര്യം അത് അല്ലാതെ ധാരാളമുണ്ട്, ഞാൻ അങ്ങനെ ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. नया जन्म पाया हुआ विश्वासियों के अंदर क्या क्या अवस्था है या सबूत है, किस रीति से वो अनुभव में वो रहता है, बहुत से बातें हैं, लेकिन मैं संक्षेप में मैंने 7 बातें मैंने बताया। 1, അവർ വെളിച്ചത്തിൽ നടക്കുന്നു. एक है वो ज्योति में चलेगा। 2, അവർ ലോകത്തോട് അനുരൂപരാകുന്നില്ല. दूसरा है संसार में वो लोग अनुरूप नहीं होता। 3, അവർ ആത്മീയമായി ചിന്തിക്കുന്നു. तीसरा वो लोग आत्मिक बातें सोचता है। 4, അവർ നീതി പ്രവർത്തിക്കുന്നു. 4 है वो लोग धार्मिकता का कार्य करता है। 5, അവർ ലോകത്തെ ജയിക്കുന്നു. 5 है वो लोग संसार पे विजय पाते हैं। 6, സഹോദരനെ സ്നേഹിക്കുന്നു. 6 वो लोग भाइयों से प्रेम करता है। 7, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നു. और 7वां वो लोग आत्मा का आज्ञा के अनुसार जीते हैं। ഇത് വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ വ്യക്തമായ തെളിവുകളാണ്. ये नया जन्म पाया हुआ विश्वासियों का पक्का एक उनका चाल चलन है, अवस्था है। നമ്മൾ ഈ വചനത്തിന് മുമ്പേ നമ്മളെ തന്നെ പരിശോധിക്കുക. आओ हम लोग इस वचन के सामने अपने आप को परखो। ഞാൻ ഇന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നത്, നിങ്ങൾ ഇന്ന് ഈ വചനം വെച്ച് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുക. मेरे एक ही अपेक्षा है, आज सुना हुआ वचन को लेकर आकर आप वचन के सामने आकर अपने आप को परखो। യഥാർത്ഥമായും നിങ്ങൾ വീണ്ടും ജനിച്ചെങ്കിൽ अगर आप सच्ची में नया जन्म पाए हैं तो ഈ അനുഭവങ്ങൾ നമ്മൾ കാണണം. ये अनुभव हमें दिखाई देगा। ഇങ്ങനെ ജീവിച്ച് നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തണം. इस तरह जी कर प्रभु को महिमा करना है। നമ്മൾ കർത്താവിന്റെ ജനമാണെന്ന് ഈ ലോകം നമ്മളെ കണ്ട് പഠിക്കുവാനും പറയാനും ഇടയാക്കണം. हम लोग प्रभु के लोग हैं करके ये बात संसार के लोग देखकर हमसे सीखकर यही उनका गवाही होना चाहिए। ഇത്ര നല്ല കാര്യമാണ്. कितना अच्छी बात है। ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധ വെച്ച് കേട്ട് കാണും. मेरा आग्रह, मैंने ये विश्वास कर रहा हूँ कि आप सब लोग ने ध्यानपूर्वक सुना होगा। കർത്താവ് സഹായിച്ചാൽ ഇനി തുടർന്നുള്ള ക്ലാസ്സുകൾ വളരെ ആഴമുള്ളതാണ്. ആരംഭം നല്ലതായിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആഴത്തിൽ വളരെ ഗഹനമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. प्रभु का आग्रह, अगर इच्छा है तो आने वाले दिनों में जो इससे भी गहराई की बातें होगा, संदेश होगा। इसलिए जब शुरुआती अगर आरंभ भी हम लोग आत्मा के अनुसार रहेगा तो आगे के बातों भी एकदम आशीषमय से आत्मा में चलाएगा। प्रभु आपको आशीष दे, प्रभु का अनुग्रह आपके साथ। आमीन।